ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ലളിതാ സഹസ്രനാമത്തിന്റെ നാമാർത്ഥങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ദേവിയുടെ നാമങ്ങൾ, 1000 നാമങ്ങള്, വശിന്യാദി വാഗ്ദേവതകള് 1000 നാമങ്ങൾ, 1000 മുത്തുക്കളായിട്ട് ദേവലോകത്ത് മാത്രം പ്രസിദ്ധമായിരുന്ന ലളിതാ സഹസ്രനാമം ഭൂമിയിലിരുന്ന നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭൂമിയിലോട്ടുള്ള അഗസ്ത്യൻ വഴി ഹയഗ്രീവ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് ജപിക്കാൻ സാധിക്കുന്നു. അത് കേൾക്കുക, അത് പറയുക, അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ജന്മത്തെ മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ലളിതാദേവിയെ പൂജിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് തിരിച്ചു. അതില് ആദ്യത്തെ അധ്യായം ശ്രീമാത്രേ നമഃ എന്ന് പറയുന്ന മാതൃ അവതാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലുള്ള നാമങ്ങള് ഏകദേശം 54 നാമങ്ങൾ നമ്മൾ കഴിഞ്ഞു. അടുത്ത അധ്യായം എന്ന് പറയുന്നത് ശ്രീമൻ നഗരമാണ്. ശ്രീമൻ നഗരം എന്ന് പറയുന്ന അധ്യായത്തില് 9 മന്ത്രങ്ങളാണുള്ളത്. ആ 9 മന്ത്രങ്ങൾ നമ്മൾ ആദ്യം എന്താണ് ശ്രീമൻ നഗരം എന്ന് കേട്ടിട്ട് അതിലെ 9 മന്ത്രങ്ങളും ഓരോ മന്ത്രമായിട്ടെടുത്ത് അതിന്റെ നാമാർത്ഥങ്ങൾ നോക്കും. തത്വാർത്ഥങ്ങള് ഒരു 200-280 നാമമാകുമ്പോൾ നമ്മൾ തത്വാർത്ഥങ്ങള് ഈ പറഞ്ഞ നാമങ്ങളിലെ എല്ലാം തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് അത് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ തത്വാർത്ഥം എന്ന് പറഞ്ഞു തന്നെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ജന്മം, അനേക ജന്മങ്ങൾ കൊണ്ടുപോലും ദേവിയുടെ ഒരു പാദധൂളി പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമ്മയ്ക്ക് ഒരു അർച്ചന പോലെ അമ്മയുടെ പാദത്തില് അമ്മയുടെ മക്കള് ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപഹാരമായിട്ട് നമ്മൾ പഠിച്ച് ദേവിയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനിയുള്ള ജന്മങ്ങളിലും ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ വാക്സിദ്ധി കിട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ അമ്മ ചൂസ് ചെയ്യുന്നവർക്കല്ലാതെ ഇത് കേൾക്കാനോ പറയാനോ സാധ്യമല്ല. അപ്പൊ ശ്രീമൻ നഗരം എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ കുറിച്ച് നമ്മൾ അറിയണം. അതിൽ 9 മന്ത്രങ്ങളാണ്. അപ്പോ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, അല്ലെ? ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞൻ ഇരിക്കുന്ന സ്ഥലം, പുണ്യ പാപങ്ങളുടെ വിളനിലം, അല്ലെ? പുണ്യവും പാപവും വിതച്ച് കൊയ്യുന്നത് ഈ ശരീരത്തിൽ തന്നെയാണെന്ന് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാനന്ദത്തിന്റെ ചെറിയ പതിപ്പ് നമ്മളെ കേട്ടിട്ടുണ്ട്. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന്, അല്ലെ? വളരെ പ്രസിദ്ധമായ വേദവാക്യമാണിത്. അഗ്നി, സൂര്യൻ, വായു, ആകാശമണ്ഡലങ്ങള് ആ പഞ്ചഭൂതങ്ങളായിട്ടും ആ 3,22,000 നാഡീ ഞരമ്പുകളില് അതിൽ 72,000 പ്രധാനം, 114 അതില് പ്രധാനം, 14 അതില് പ്രധാനം, പിന്നെ അതിൽ 3 ഇങ്ങനെ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന 72,000 നാഡീ ഞരമ്പുകളില് പ്രധാനപ്പെട്ട 3 ഞരമ്പുകൾ, അല്ലെ? 3 നാഡികള്. ഇപ്പൊ 114 എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിൽ 14 അറിയണം. 14 അറിഞ്ഞില്ലെങ്കിൽ ഇടാപിംഗള സുഷുമ്ന നാഡികളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് 3 നാഡികൾ എന്ന് പറഞ്ഞത്. അതിലൊന്ന് പരമപ്രധാനമായിരിക്കുന്ന ആകാശഗംഗയാണ് എന്ന് പറയുന്നു. അത് ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകാശഗംഗ എന്ന് പറഞ്ഞാൽ ശരീരം വിട്ടുപോയതിന് ശേഷമുള്ള ഒരു ഗംഗാപ്രവാഹമല്ല. അതിൽ പരമപ്രധാനമായിരിക്കുന്ന ആകാശഗംഗ നമ്മുടെ ഒരു നാഡിയിൽ കൂടെ ഒഴുകുന്നു. ഇപ്പൊ ദേവി ഗണപതി താഴെയും മുകളില് 6 ചക്രങ്ങളെ ഭേദിച്ചെത്തുമ്പോൾ ശിവനും മുരുകനും പ്രപഞ്ചത്തിലെ എല്ലാ ദേവതകളും ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറഞ്ഞ ക്ഷേത്രമാണിത്. ക്ഷേത്രം എന്ന് പറഞ്ഞാല് നമ്മൾ കെട്ടുന്ന മനുഷ്യരുണ്ടാക്കുന്ന ഒരു കല്ലും മണ്ണും കൊണ്ടും വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന ഒരു ക്ഷേത്രം മാത്രമല്ല പറയുന്നത്. ഇത് ലൈവായിട്ട് ജീവനോടെ, അല്ലെ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയാണ്. ആ ഗണപതി വാഹനമായി ഇരിക്കുന്ന ആ ഒരു മൂഷികനെ കൊണ്ട് മുകളിലേക്കുള്ള വഴി കാണിച്ച് തടസ്സങ്ങളെ മാറ്റി ആ ഒരു കുളകുണ്ടലിനി തന്റെ 6 മക്കളെയും പുണർന്നുകൊണ്ട് ആജ്ഞയില് അറിവായിട്ട് ഗുരുഗുഹനായിട്ട് സദാശിവന്റെ ഉള്ളില് ഒതുങ്ങുന്നത് തന്നെയാണ് നമ്മള് മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷങ്ങളുണ്ടല്ലേ? നമുക്ക് ധർമ്മ അർത്ഥ കാമം വരെ മാത്രമേ അറിയൂ. മോക്ഷം മരിച്ചതിന് കിട്ടേണ്ട ഒരു സംഭവം അല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജന്മലക്ഷ്യം, ഓരോ മനുഷ്യനും ജന്മം എടുക്കുന്ന എന്താ? ഈ സത്യത്തെ അറിയാൻ, അല്ലാതെ ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനല്ല. അത് നമ്മൾ അതിൽ കുരുങ്ങിപ്പോകുന്നു. അത് മായയുടെ ഒരു യവനികയാണത്. നമ്മൾ വിചാരിക്കുന്നു ഇത് സത്യമാണെന്ന്.
പക്ഷെ ഒന്നും അറിയാതെ ഇവിടെ ഈ ശരീരം ഉപേക്ഷിച്ച് പോവേണ്ടി വരുന്നു. അപ്പൊ ഏത് ജീവനാണോ ഇതിലെ സത്യം, എന്തിനാണ് നമുക്ക് ശരീരം ഈശ്വരൻ തന്നിരിക്കുന്നത്, ആരാണ് തന്നത്, അല്ലെ? ആരാണ് ഈ ജഗത്തിന് കാരണമായിട്ടിരിക്കുന്നത്? ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് അപ്പുറം ഒരു കാരണ ശരീരമുണ്ട്. ഈ കാരണം ആരാണെന്ന് അറിയുന്ന ഒരു മനുഷ്യന്, ഒരു ജീവന് മാത്രമേ ഈ സത്യത്തെ ദേവി മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പൊ സദാശിവന്റെ ഉള്ളിൽ ലയിക്കുന്ന ഒരു ശക്തി നമ്മുടെ ശരീരത്തില് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത് ശക്തിയായിട്ട്, ആ സാക്ഷിഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ ലയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ നമ്മൾ ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ, അല്ലെ? സമസ്ത രൂപത്തില് നമ്മൾ ലളിതാ ത്രിപുര സുന്ദരി പ്രപഞ്ചമായിട്ട് അമ്മയെ പറയുന്നുണ്ട്. ബാഹ്യത്തില് നമ്മുടെ ഉള്ളില് കുണ്ടലിനി ശക്തിയായിട്ട് പറയുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ബാഹ്യത്തില് ലളിതാ പരമേശ്വരി പ്രപഞ്ചമായിട്ടിരിക്കണു, ഇല്ലേ? യാദേവി സർവഭൂതേഷു പ്രപഞ്ചരൂപ സംസ്ഥിത, പ്രപഞ്ച രൂപത്തില്, അല്ലെ? അപ്പൊ ശിവായ സതതം നമ എന്ന് പറയണത് എന്താ? ഈ കാണുന്ന വിഷ്ണു രൂപത്തിലിരിക്കുന്ന വ്യാപിച്ചു കിടക്കുന്നതെല്ലാം തന്നെ ഭഗവതിയാണ്. അപ്പോ അത് മനസ്സിലാക്കുന്ന നമ്മള്, ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ചൈതന്യത്തിന്റെ സാക്ഷിഭാവത്തിലിരിക്കുന്ന ശിവന്റെ ആ ഒരു ചലിക്കുന്ന ശക്തിയാണ് ദേവി. അത് മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും ഒന്നു ചേരുന്ന വ്യക്തിക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷാനുഭവം ലഭിക്കും. അത് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജന്മലക്ഷ്യവും. അപ്പൊ ജ്ഞാനം തന്നെയാണ് ശരിക്കും പറഞ്ഞ സൗന്ദര്യം. അതുകൊണ്ടാണ് അമ്മയുടെ സൗന്ദര്യ ലഹരി 100 ശ്ലോകങ്ങള് ഭഗവത്പാദര് സൗന്ദര്യ ലഹരി, ലഹരി എന്ന് പറഞ്ഞാല് നമ്മള് ശരിക്കും പറഞ്ഞ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? മതിമറന്നു പോവുക, ആനന്ദം. എന്തിലാണോ നമ്മൾ സ്വയം ശരീരബോധം നഷ്ടപ്പെട്ടു പോകുന്നത് അതിനെയാണ് ലഹരി എന്ന് പറയുന്നത്. മദ്യം കഴിച്ച് ചിലർക്ക് ലഹരി ഉണ്ടാവാറുണ്ട്, അല്ലേ? അപ്പൊ കുറെ സമയത്തേക്ക് ശരീരബോധം ഇല്ല, അപ്പൊ ആനന്ദാണ്. ഈ ഒരു ഇതിലൂടെ കിട്ടുന്ന ആനന്ദം, ഇതിനെയാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ തന്നെയാണ് നമ്മൾ എന്താ പറയാ, സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെ? ആ ഒരു ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു പരമമായിരിക്കുന്ന ആനന്ദം. അവിടെ ദുഃഖങ്ങളില്ല, സുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം. അപ്പോ സർവാലങ്കാര ഭൂഷിതയായിരിക്കുന്ന ദേവി തന്നെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് എന്താ പറയാ, നമ്മള് ഇത് വായിക്കുന്നതും പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇതിനെയാണ് നമ്മൾ ഉപാസന. ഉപ ആസീത്, നമ്മൾ അടുത്തിരിക്കുന്നു. ആരുടെ അടുത്തിരിക്കണു? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവിയുടെ അടുത്ത് നമ്മൾ മനസ്സുകൊണ്ട് അമ്മയുടെ അടുത്തിരിക്കണു, അല്ലേ? അപ്പൊ അജ്ഞാന നാശത്തിനെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അപ്പോ സർവ അനവദ്യാംഗി എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മനോഹരമായിരിക്കുന്ന ശരീരത്തോടുകൂടി കാരുണ്യത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന ആ ഒരു രക്താക്ഷിയായിരിക്കുന്ന ദേവി, ദേവിയുടെ മുഴുവൻ ഭാഗവും ചുവപ്പാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എപ്പോഴും ചുവപ്പ് നിറം പറയുന്നത്. ബ്രഹ്മാനന്ദ ആ ഒരു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? നാദസ്വരൂപമാണ്. അപ്പൊ രൂപവും അരൂപവുമായിട്ടിരിക്കണു. ഓം ഇത്യേക ഏകാക്ഷരം ബ്രഹ്മ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ആണോ പെണ്ണോ ഒന്നുമല്ല, അതിന് ജെൻഡർ ഇല്ല, ഇല്ലേ? അത് ആണുമാണ് പെണ്ണുമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. അപ്പൊ കർമ്മങ്ങളാണ് ബന്ധിപ്പിക്കുന്നത്. ഇപ്പൊ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് കാമം കൊണ്ടാണ്. കാമം എന്നാൽ ആഗ്രഹം. ആഗ്രഹം എപ്പോ കഴിയണോ അത് തന്നെയാണ് മോക്ഷം. അപ്പൊ മാതൃ അവതാരം എന്ന് പറയുന്നത് കർമ്മ ധർമ്മ സാക്ഷാത്കാരം തന്നെയാണ്. അപ്പൊ ഇത് ഈ വിധത്തിൽ നമ്മൾ വായിക്കണം. ലളിതാ സഹസ്രനാമം പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റില് ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക എന്നുള്ള സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ഇതാണ് ഇപ്പൊ നമ്മൾ ശ്രീമൻ നഗരം കണ്ടത്. അപ്പൊ ശ്രീമൻ നഗരമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, അല്ലെ? 9 മന്ത്രങ്ങള്, സുമേരു മധ്യ ശൃംഗസ്ഥ തുടങ്ങിയിട്ടുള്ള 9 മന്ത്രങ്ങളാണ് ഈ പറയുന്ന അധ്യായത്തില്, 2ാമത്തെ അധ്യായത്തിൽ വരുന്നത്. ശ്രീമൻ നഗരമായിരിക്കുക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി, അല്ലെ? ഏറ്റവും ദേവിയുടെ വാസസ്ഥലം എവിടെയാണ്? അമ്മയുടെ അഡ്രസ്സ് പറഞ്ഞു തരിക നമുക്ക്. അമ്മ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെ? ദേവിയുടെ നഗരമായിരിക്കുന്ന ശ്രീമൻ നഗരത്തെ കുറിച്ചാണ് ഇത് പറഞ്ഞു തരുന്നത് നമുക്ക്. ഇങ്ങനെ ഒരു നഗരമുണ്ട്, മനസ്സിലാക്കൂ. ഇത് പുറത്തല്ല, ഇനി പുറത്തുണ്ടെങ്കിൽ തന്നെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, ആ പരവെളിക്കപ്പുറം, ഈ ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം അപ്പുറം, ബ്രഹ്മലോകത്തിനും വിഷ്ണു ലോകത്തിനും ശിവലോകത്തിനും ഒക്കെ അപ്പുറം ഇരിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന മണിദ്വീപുണ്ടെന്നും അവിടെ ഒരു ശ്രീമൻ നഗരം, ശ്രീമത്തായിരിക്കുന്ന ഐശ്വര്യവത്തായിരിക്കുന്ന ഒരു നഗരമുണ്ടെന്നും അവിടെ ഒരു ചിന്താമണി ഗൃഹത്തില് ശിവാകാര മഞ്ചത്തില് സാക്ഷാൽ പരാശക്തിയായിരിക്കുന്ന പരമേശ്വരി ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കി ആ പരിപാലനം ചെയ്ത് തന്നിൽ ലയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാമാക്ഷി കാമദായിനി, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കാൻ ഉത്സുകയായിരിക്കുന്ന ഒരു ദേവി അവിടെ ഉണ്ട്.
ഇവിടെ ഈ ദേവിയുടെ നഗരമായിരിക്കുന്ന ശ്രീമൻ നഗരം അല്ലെ, അത് എവിടെയാണ്? സുമേരു മധ്യ ശൃംഗത്തില് ചിന്താമണി ഗൃഹത്തിൽ വസിക്കുന്നവൾ ദേവി. അപ്പൊ ഇതിനും മോക്ഷത്തിനും എന്താണ് സംബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മേരു എന്ന് പറഞ്ഞാല് 3 രൂപത്തിലിരിക്കുന്നത്. മേരു അല്ലെ, നമ്മൾ ആ സാധാരണ ഉയർന്നത്. ഒന്ന് നമ്മുടെ ശരീരം തന്നെയാണ് സുമേരു. 2 കൈലാസ പ്രസ്ഥാനം എന്നത് രണ്ടാമത്തെ പ്രാകൃത മേരു. പ്രാകൃത മേരു എന്ന് പറഞ്ഞാൽ ഭൂമിയിലിരിക്കുന്ന, നമ്മൾ ഹിമാലയത്തിലിരിക്കുന്ന കൈലാസം, അതിനെ നമുക്ക് പറയാം മേരു എന്ന്. പിന്നെ പരാരൂപത്തില് സൂക്ഷ്മമായിട്ട് അനേക ബ്രഹ്മാണ്ടങ്ങളുടെ മുകളില് സുധാസാഗരത്തില്, അതായത് അമൃത സാഗരത്തില്, അവിടെ അതിനു മുകളിലിരിക്കുന്ന സുമേരു പർവ്വതം. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 വേണമെങ്കിൽ ഇതിന് അർത്ഥമായിട്ട് എടുക്കാം. മനുഷ്യന് 2 മേരുവിനെ മാത്രമേ ഈ ജന്മത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ. ആ ഒരു സൂക്ഷ്മ മേരുവിനെ അടയുക എന്ന് പറയുന്നത് ശരീരം കൊണ്ട് സാധ്യമല്ല. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ജീവന് മലത്രയങ്ങളുണ്ട് അല്ലെ, 3 മലങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് ജീവൻ. അതായത് ആണവമലം, മായികമലം, കാർമികമലം. ഇതിനെയാണ് മലത്രയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ചേർന്നതിനെ ആത്മാവെന്നും ഇല്ലാത്തതിനെ ജീവൻ എന്നുമാണ് പറയുന്നത്. ഈ 3 മലത്രയങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് ശരീരം വിട്ടുപോയി നമ്മൾ പറയുമ്പോ എന്താ? ഈ മലത്രയങ്ങൾ ചേർന്നതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ ജീവൻ. അല്ലെ, ജീവൻ ശിവന്റെ രൂപമാണ്, പൂർണ്ണ ശുദ്ധമാണ് ജീവൻ. അപ്പൊ അത് ആ രൂപം കൈക്കൊണ്ടാൽ മാത്രമേ അതിനെ തൊടാൻ സാധിക്കുകയുള്ളൂ നമുക്ക്. അപ്പൊ ആദ്യത്തെ മേരുവിനെ ശരീരത്തിൽ തന്നെ സുമേരുവായിട്ട് കണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്ക്. രണ്ടാമത്തത്, പണം ഉണ്ടെങ്കിൽ ഭൂമിയിലെ കൈലാസ പർവ്വതത്തില് ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചില ഒരുപാട് ദുർഘടങ്ങളുണ്ട്, പോകാൻ പറ്റുന്നവർക്ക് മാത്രമേ കൈലാസ യാത്ര സാധ്യമാവൂ. അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നവർക്ക് അവിടെ പോകാം. അതിനെ പ്രാകൃത കൈലാസം എന്നാ പറയുന്നത്. മൂന്നാമതായിട്ട്, മലത്രയങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവൻ. ഈ 3 മലങ്ങള്, ആണവ, മായിക, കാർമിക മലങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഈ ആത്മാവിനെ ചുറ്റിയിരിക്കുന്ന, അല്ലെങ്കിൽ ജീവനെ ചുറ്റിയിരിക്കുന്ന ആ ഒരു അഴുക്കുകളാണ് മലത്രയങ്ങൾ. മലം എന്ന് പറഞ്ഞ അഴുക്കെന്ന അർത്ഥം അല്ലെ. അപ്പൊ ഈ മലത്രയങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവന് ജ്യോതി രൂപത്തില് സൂക്ഷ്മതലത്തിലുള്ള ദേവിയുടെ വാസഗൃഹമായിരിക്കുന്ന സുമേരുവില് ഭാവന കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ഭാവന ഉപനിഷത്ത് വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ഭാവന ഉപനിഷത്ത് നമ്മൾ പഠിച്ചതാണ്. എല്ലാ മന്ത്രങ്ങളും എന്താ പറയാ, അതിന്റെ അർത്ഥങ്ങള് എന്താണ്, അതിന്റെ തത്വം നമുക്ക് ഭാവന കൊണ്ട് ആ ചിന്താമണി ഗൃഹത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ പ്രാകൃതമായ നമ്മുടെ കണ്ണില് അവിടെ പ്രാധാന്യമില്ല അല്ലെ. കാരണം ഇതിനായിട്ട് നമ്മൾ മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. കാരണം ഒരു അടിസ്ഥാനം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് ചിന്താമണി ഗൃഹത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ മൂന്നാമത്തെ മേരു നമുക്ക് ഭാവന ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു 9 ആവരണങ്ങള് ദേവി നമുക്ക് ഈ ഒരു എന്താ പറയാ, ചിന്താമണി യാത്രയിൽ നമുക്കറിയാം 9 ആവരണങ്ങൾ നമ്മൾ കടന്നു പോകണം. ബിയോണ്ട് ആദ്യത്തെ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്നത് ആ ഒരു 3 ത്രിവലയങ്ങളും, ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്ന ആ ഒരു 3 സ്ക്വയർ, അത് ടൈം ആൻഡ് സ്പേസിനെ കാണിക്കുന്നു. നമ്മൾ ശരീരം വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം എന്ന് പറയുന്നത് ഈ പറയുന്ന കാലത്തിനും സമയത്തിനും, സമയത്തിനും സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ അനുഭവ മണ്ഡലം, ഇതിന്റെ അകത്താണ് ശരീരം വരുന്നത്. ഇതിൽ നിന്ന് പുറത്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ ഇല്ലേ. ജീവൻ ശരീരം വിട്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടൈം ആൻഡ് സ്പേസിന്റെ അപ്പുറത്ത് പോകാൻ പറ്റൂ അല്ലെ. അപ്പൊ നാമരൂപങ്ങൾ വരുന്നതെല്ലാം ടൈം ബൗണ്ടഡ് ആണെന്ന് പറയും. ഈ കാലത്തിനും സ്ഥലത്തിനും, അതായത് സ്ഥലകാലങ്ങള്, ഇതിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14 ത്രികോണങ്ങള്, ആ പറയുന്ന ദേവിയുടെ പത്മങ്ങള് അല്ലെ, ആ ഒരു എന്താ പറയാ ഒരുപാട് തലങ്ങൾ നമ്മൾ മനുഷ്യന്റെ മനസ്സുകൊണ്ട് കടന്നു പോകുക. 16 പത്മങ്ങള്, അഷ്ടദള പത്മം, ഷോഡശദള പത്മം, 16 ത്രികോണങ്ങള്, 10 ത്രികോണം, പിന്നെയും 10 ത്രികോണം, പിന്നെ 8 ത്രികോണം ഇരിക്കുന്ന ഗുരുമണ്ഡലം. ഇതെല്ലാം കടന്നിട്ട് നമ്മൾ ആ ഒരു ഇച്ഛാജ്ഞാന ക്രിയാശക്തി ഇരിക്കുന്ന 3 മുനകളുള്ള ത്രികോണം, അത് കഴിഞ്ഞിട്ടുള്ള ബിന്ദുവിലാണ് സർവാനന്ദമയ ചക്രം, സുധാ സിന്ധു എന്ന് നമ്മൾ പറയുന്നത്. ദേവി ഇരിക്കുന്നത് നമ്മള് മനസ്സുകൊണ്ട് തന്നെ ഭാവന ചെയ്താൽ മൂലാധാരത്തിൽ തുടങ്ങുന്ന ഒരു യാത്ര സഹസ്രാരത്തിലെ ബിന്ദു പത്മത്തില് നമ്മൾ അവസാനിക്കണം ഇല്ലേ. അവിടെ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. അപ്പൊ ഈ മലത്രയങ്ങളാണ് നമുക്ക് ഈ ഗ്രന്ഥികളായിട്ട് പറയപ്പെടുന്നത്. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ദേവി ഇതിനകത്ത് നമ്മൾ ഇനി കാണും അല്ലെ, ഓരോന്നും രുദ്രഗ്രന്ഥി വിഭേദിനി. ഇത് ഭേദിക്കാൻ കഴിവുള്ള ഒറ്റ ആളേ ഉള്ളൂ നമ്മുടെ ശരീരത്തില്, ആ ദേവി മാത്രം. കുണ്ടലിനി ശക്തിയായിരിക്കുന്ന നമ്മുടെ ആത്മാവായിരിക്കുന്ന അമ്മ.
അല്ലെ? അപ്പൊ അമ്മയ്ക്ക് ആ ശക്തി നമ്മൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ മനസ്സുകൊണ്ട് നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മൂന്നാമത്തെ മേരുവില് ഭാവന കൊണ്ടെത്തി ആ മെഡിറ്റേഷൻ കൊണ്ട് എത്തിച്ചേരാന്ന് പറയാൻ കാരണം. മേരു പർവ്വതത്തിന് 3 ശിഖരങ്ങളുണ്ട്. അതിന്റെ നടുവിലുള്ള ഉയർന്ന ശൃംഗം ദേവിയുടേതാണ്. അവിടെ ദേവി ബിന്ദു രൂപത്തിലിരിക്കുന്നു. ആദ്യത്തെ 3 ശിഖരങ്ങള് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടേതാണ്. അപ്പൊ സുമേരു മധ്യ ശൃംഗസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ മധ്യം എന്ന് പറയുന്നത് കഴുത്ത് മുതൽ ഇടുപ്പ് വരെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് കാമേശ്വരി നിലയം, അതായത് കാമേശ്വരനും കാമേശ്വരിയും ഇരിക്കുന്ന സ്ഥലം. അപ്പൊ വാഗ്ഭവ കൂടത്തിൽ ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ മുഖം എന്ന് പറയുന്നത് അവിടെ ബാലാപരമേശ്വരിയാണ്. ശക്തികൂടത്തില് ലളിതാ പരമേശ്വരി ഇരിക്കുന്നു. അപ്പൊ ഈ 3 ശിഖരങ്ങൾ നമ്മുടെ ശരീരത്തിലെ 3 ലിംഗങ്ങളായിട്ട്, ശിവലിംഗം നമ്മൾ പറയാറുണ്ട്, 3 ലിംഗങ്ങളായിട്ട് ഇരിക്കുന്നു. ഈ 3 ലിംഗങ്ങളെ 3 ഗ്രന്ഥികൾ കെട്ടിവെച്ചിരിക്കുന്നു, അല്ലെ? അതിനെയാണ് ഇത് 3 പൊട്ടിക്കണം. ഇപ്പൊ മൂലാധാരം എന്ന് പറയുന്നത് ബ്രഹ്മഗ്രന്ഥി, അതൊരു ശൃംഗമാണ്. ഓരോ ഗ്രന്ഥികളും എക്സാക്ട്ലി ഒരു ശിവലിംഗം മാതിരിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ മൂലാധാരത്തിൽ ഒരു സ്വയംഭൂലിംഗമുണ്ട്. മണിപൂരകത്തിലെ 2ാമത്തെ വിഷ്ണുലിംഗം, അതാണ് വിഷ്ണു ഗ്രന്ഥി. അവിടെയും ഒരു ശിവലിംഗം, അതായത് വിഷ്ണു ഗ്രന്ഥിയുടെ അകത്ത്, അതിന്റെ പേരാണ് ബാണലിംഗം. 3ാമത് രുദ്രഗ്രന്ഥിക്കകത്ത് ആജ്ഞയില് ഇതരലിംഗമായിട്ടിരിക്കുന്നു. കാരണം ഇതരലിംഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന സ്ഫടികലിംഗം. അപ്പൊ ഇതെല്ലാം ത്രികോണങ്ങളാണ്. ഇനി അനാഹത ചക്രം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മധ്യശൃംഗം എന്ന് പറയുന്നത്. മധ്യശൃംഗത്തില് കാമേശ്വരി കാമേശ്വര അംഗസ്ഥയായിട്ടിരിക്കുന്നു. കാമേശ്വരി ദേവി കാമേശ്വരന്റെ വലത് തുടയിലിരിക്കുന്നു, അല്ലെ? അപ്പൊ 4 ശൃംഗങ്ങൾ ചേർന്നത് പൂർണ്ണമായിരിക്കുന്ന ശ്രീമൻ നഗരം. ഇപ്പൊ ശ്രീമൻ നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം, സിറ്റി എന്ന് നമുക്ക് പറയാം. നഗരം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതും ചീത്തയും എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ്, അല്ലെ? ഇപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീമൻ കാമേശ്വരിയും കാമേശ്വരനും ഇരിക്കുന്ന സ്ഥലം. ശ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യം, അല്ലെ? ഇവരെല്ലായ്പ്പോഴും ചേർന്നിരിക്കുകയാണ്. അവര് പിരിഞ്ഞാൽ പ്രളയമാണ്. ശിവൻ പ്രേതമായിട്ട് കിടക്കുകയാണ് അവിടെ. അപ്പൊ ശ്രീമൻ നിലയം എന്ന് പറഞ്ഞാൽ എന്താ? ശിവശക്തി ഐക്യമായിരിക്കുന്ന സ്ഥലം. ഒരു ഉപാസകൻ എപ്പോഴും ഹൃദയത്തില് കാമേശ്വര അംഗസ്ഥയായിരിക്കുന്ന കാമേശ്വരിയെ ഭാവന ചെയ്താല് അത് മാത്രം മതി മുക്തി കിട്ടാനായിട്ട്. നമുക്കൊരു ഹൃദയ ഗുഹ, അല്ലെ? സ്പിരിച്വൽ ഹാർട്ട് എന്നൊക്കെ പറയും. അഷ്ടദള പത്മമാണത്. സാധാരണ അനാഹത ചക്രത്തിന് നമ്മൾ 12 ദളങ്ങൾ പറയാറുണ്ട്. അക്ഷരങ്ങള്, ദേവിയെ അക്ഷര സ്വരൂപിണിയായിട്ട് പറയുമ്പോൾ ഓരോ ദളങ്ങൾ പറയുമ്പോൾ അവിടെ 12 ദളം. എന്നാലും നമ്മുടെ വലത് ഭാഗത്തിരിക്കുന്ന ആ സ്പിരിച്വൽ ഹാർട്ട്, അത് ദൈവീകമായിരിക്കുന്ന ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലം. അപ്പൊ ഒരു ദേവീ ഉപാസകൻ അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസകൻ എങ്ങനെയാണ് അമ്മയെ കാണേണ്ടത്? കാമേശ്വരന്റെ അംഗത്തിലിരിക്കുന്ന ദേവിയെ എവിടെയാണ്? ആ അഷ്ടദള പത്മത്തിനുള്ളില് എപ്പോഴും ഭാവന ചെയ്യണം. എങ്ങനെയാണ് ദേവിയെ? ആ ഒരു എന്താ പറയാ, ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത, പഞ്ചബ്രഹ്മങ്ങളുടെ മുകളില് സദാശിവനായിരിക്കുന്ന പലകയില് കാമേശ്വരന്റെ അംഗത്തിലിരിക്കുന്ന ദേവിയെ സദാ ഭാവന ചെയ്യുക. കാരണം അങ്ങനെ ഒരു ഭാവന കൊണ്ട് മാത്രം തന്നെ, കാരണം ഇതിന് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. കാരണം ഈ ഒരു സ്വരൂപം ലളിതാദേവിയെ ഉപാസന ചെയ്യാൻ സാധാരണ വ്യക്തികൾക്ക് സാധ്യമല്ല. കാരണം ലളിതാ സഹസ്രനാമം വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ഹൃദയത്തിൽ ദേവിയെ ചിന്തിക്കാൻ പറ്റില്ല. അതിനെയാണ് ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രസ്വരൂപമാണ് ഈ പറയുന്നത്. അമ്മയുടെ മന്ത്രസ്വരൂപത്തിലെ മന്ത്രം കുണ്ടലിനി സ്വരൂപത്തിൽ കിടക്കണു, പ്രാണനായിട്ട് കിടക്കണു. ഇതിന് അമ്മയുടെ സ്ഥൂല രൂപം. ആദ്യത്തെ 62 നാമം വരെ അമ്മയുടെ സ്ഥൂല ഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ദേവിയെ തന്നെ കാണാം. കാരണം എന്താ? നമുക്കിത് എന്താ പറയാ, അരൂപമായിട്ട് ദേവിയെ കാണണം എന്ന് ആരാ പറയുന്നത്? നമുക്ക് സ്ഥൂലത്തി അമ്മയെ കാണണം. ഈ പഞ്ചബ്രഹ്മങ്ങളുടെ മേളില് കാമേശ്വര അംഗത്തിലിരിക്കുന്ന ദേവി പാശ അങ്കുശങ്ങളോടുകൂടി, അല്ലെ? ആ ഒരു കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും കൂടി സന്തോഷമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ അമ്മയെ സദാ നമുക്ക് വിഭാവനം ചെയ്യാം. അത് മാത്രം മതി, മുക്തിക്ക് കാരണമാകും, അല്ലെ? ആരാണ് അപ്പോ ദേവി? ദേവി നമ്മുടെ അമ്മയായിട്ട് കാണുമ്പോ അമ്മ ഒരു ഗുരുരൂപിണിയായിട്ട് വന്ന്, ഗുരുവിന്റെ ആ ഒരു വെളിയിലെ ബാഹ്യരൂപത്തില് ഗുരുവായിട്ട് വന്ന് ദേവി തന്നെ നമ്മളെ ആ ഒരു ചിന്താമണി ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള മന്ത്രദീക്ഷ തരും, അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാ, അതിന് പാകമാകുമ്പോ ആ ബുദ്ധിക്ക് തക്ക ഒരു ഉപദേശം തരും ജന്മമറ്റിയിടും എന്നറിക നാരായണ. അമ്മ തന്നെയാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പൊ നമ്മളെ അങ്ങനെ സദാ അമ്മയെ കണ്ട് അമ്മ അമ്മ എന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കിട്ടുക? ഈ ഒരു ശരീരത്തിൽ നിന്നുള്ള മോചനം, ഇല്ലേ? ശരീരമാണ് നമുക്ക് ബന്ധനം. മറ്റ് ദേവത ഉപാസകരെ എല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ ചെല്ലും, ഇല്ലേ?
കാരണം എന്താ, നമുക്ക് എല്ലാ ദേവതകളെയും ഉപാസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിഷ്ണുവിനെ, ശിവനെ എല്ലാം ഉപാസിക്കാം. കാരണം ലക്ഷ്മി ദേവിയെ ഉപാസിക്കാൻ നമ്മൾ വൈകുണ്ഠത്ത് പോകും, പാർവതി ദേവിയെ ഉപാസിച്ചാൽ നമ്മൾ കൈലാസത്ത് പോകും, ബ്രഹ്മാവിനെ ഉപാസിച്ചാല് സരസ്വതി ദേവിയെ ഉപാസിച്ചാൽ ബ്രഹ്മലോകത്ത് പോകും, ഇന്ദ്രാണിയെ ഉപാസിച്ചാൽ ഇന്ദ്രലോകത്ത് പോകും. പക്ഷേ അതാത് സ്ഥലങ്ങളിലെ അങ്ങനെയുള്ളത് അതിനും മുകളിൽ നമുക്ക് പോകാൻ പറ്റും അല്ലെ. കാരണം ഇങ്ങനെയുള്ള ലോകങ്ങളൊക്കെ ഇതിന്റെ മുകളിലാണ് ഈ പറയുന്ന സുമേരു മധ്യ ശൃംഖസ്ഥയായിരിക്കുന്ന അമൃതക്കടലിന് നടുക്കിരിക്കുന്ന അമ്മ. കാരണം നമുക്ക് ഓരോ ഇഷ്ട ദേവതകളുടെ ധാമങ്ങളിൽ പോകാൻ പറ്റും ആ ദേവതകളെ ഉപാസിച്ചാൽ. പക്ഷെ അമ്മയെ ഉപാസിച്ചാലോ, ഇനി ഒന്നും ഉപാസിക്കുന്നവർ എവിടെയാ പോകുന്നത്, ഒന്നും ഉപാസന ഇല്ലാത്തവര് യമപുരിയിൽ പോകും ഇല്ലേ. യമന്റെ പുരിയിൽ ചെന്നിട്ട് ഒരു വിശ്വാസം ഇല്ലാത്തവർക്ക് മാത്രമാണ് യമപുരിയിൽ എത്താൻ പറ്റുള്ളൂ. ആരെയും വിശ്വാസം ഇല്ല അല്ലെ, ഈശ്വരൻ ഇല്ല, ഒരു ജസ്റ്റ് ആൻ എനർജി എന്നൊക്കെ പറയണവർ യമപുരിയിൽ ചെന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വരും. പക്ഷെ ഈ ദേവി ഉപാസകര്, കാരണം ഈ ശ്രീമാത എന്ന് വിളിച്ച് ആ ഒരു അമ്മയെ ഉപാസിക്കുന്ന, ഈ ലളിതാ സഹസ്രനാമം വായിച്ചത് കൊണ്ട് കാര്യമല്ല, അമ്മയെ അറിയുന്നവര്, ഇങ്ങനെ ദേവിയെ സ്വന്തം ഹൃദയത്തിൽ ഉപാസിച്ച് ആ ഒരു അമ്മയെ കാണുന്നവര് മരണസമയം, മരണം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിന്റെ അന്ത്യമല്ല, ആ ഒരു ആത്മാവിന്റെ ഈ ശരീരത്ത് കുറച്ചു നാളിരുന്നു ഒരു വാടക വീട് പോലെ അത് ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തിലേക്കുള്ള പ്രവേശനം, അതിനെയാണ് മരണം. നമ്മൾ പറയും ആത്യന്തികമായിട്ട് എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. കഴിയുന്ന എന്താ, കർമ്മങ്ങളെ നമ്മൾ അവിടെ വെച്ച് നിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജീവൻ, വീണ്ടും ജീവൻ നമുക്ക് പറയാൻ പറ്റില്ല, ആത്മാവ്. ആ ഒരു മലത്രയങ്ങളെ ഒഴിഞ്ഞ് ശുദ്ധമായിരിക്കുന്നതിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ജീവന്റെ പ്രയാണം ആത്മാവിന്റെ രൂപത്തിൽ അവിടെ ആരംഭിച്ചേ ഉള്ളൂ. ഈ ദേവിയെ ഉപാസിക്കുന്നവർ എന്താ ചെയ്യുക, നേരെ നേരെ യമപുരിയിൽ പോകാതെ ഈ പറയണ ലോകങ്ങളെല്ലാം കടന്ന് അവര് നേരെ മണിദ്വീപത്തിലെത്തും. ഉറപ്പാണ്, ദേവി കൊടുക്കുന്ന വാക്കാണിത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ 4 അറകളുണ്ട് അല്ലെ. ദേവിയുടെ ചിന്താമണി ഗ്രഹം ഇരിക്കുന്നത് മണിദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്. ഈ ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്ത സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തില് 7 ലിറ്റർ രക്തമുണ്ട് അല്ലെ. ആ ഒരു മണിദ്വീപിലെത്താൻ നമ്മൾ 25 ചേമ്പേഴ്സ് ഇല്ലെങ്കിൽ 25 കിടങ്ങുകള്, തടസ്സങ്ങള് കടന്നു പോണം. അപ്പൊ ദേവിയുടെ സ്ഥലം എന്ന് പറഞ്ഞാല് അപരാജിതം എന്ന് പറയുന്ന സ്ഥലമാണ്. അപരാജിതം എന്ന് പറഞ്ഞാൽ എന്താ, പരാജയമില്ലാത്തത്. ദേവിയുടെ കൊടിയുടെ പേര് ആനന്ദം എന്നാണ്. അപ്പൊ ദേവി ഇരിക്കുന്ന സ്ഥലത്ത് പരാജയങ്ങളില്ല, എപ്പോഴും സന്തോഷം മാത്രം. നമ്മുടെ ഈ ഒരു ദേവിയുടെ ചാനൽ, ദേവിയെക്കുറിച്ച് പറയുന്ന, ദേവിയെക്കുറിച്ച് മാത്രം പറയുന്ന ഈ ചാനലിന്റെ പേര് നമ്മൾ അതുകൊണ്ടാണ് അപരാജിതം എന്ന് ഇട്ടിരിക്കാൻ കാരണം. കാരണം ദേവിയുടെ സ്ഥലമാണ് അപരാജിതം. അവിടുന്ന് ഒരിക്കലും അമ്മ പുറത്തു പോവില്ല. അമ്മ എന്തെങ്കിലും യുദ്ധത്തിന് വരണമെങ്കിൽ തന്നെ എന്താ പറയാ, ആ ശ്യാമാദേവിയും വാരാഹി ദേവിയുടെയും കൂടെ ശരീരത്തിനകത്തിരുന്നിട്ടാണ് അമ്മ ഈ ശക്തിസേനയെ അയച്ച് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ സ്ഥലം, ദേവിയുടെ സ്ഥലമാണ് അപരാജിതം എന്ന് പറയുന്നത്. അവിടെ ദേവി ഉപാസകർക്ക് മാത്രമേ ചെല്ലാൻ സാധിക്കുള്ളൂ, ദേവി ഉപാസകർ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ നാമരൂപ വിവർജിതം, ഇപ്പൊ പരാശക്തിയാണ്. കാരണം അവിടെ നാമരൂപങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. ഇപ്പൊ സർവദേവതാ നമസ്കാരം, സർവ ദേവ തിരസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്. ഏത് ദേവതകളെ നമസ്കാരം, കാരണം അമ്മ ചതുഷ്ടി കോടി യോഗിനി ഗണസേവിത, ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ദേവതകളും സേവിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയാണ് ലളിതാ ത്രിപുര സുന്ദരി. ഏത് ദേവതയെ നമസ്കരിച്ചാലും ഏത് ദേവതകളെ തിരസ്കരിച്ചാലും അതെല്ലാം ചെന്ന് ചേരുന്നത് കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭാവനയില് പരാശക്തിയുടെ പാദത്തിലാണ് എല്ലാം എത്തിച്ചേരുന്നത്. കേശവം, ദേവി വിഷ്ണു രൂപിണിയാണ് അല്ലെ. ആ ദേഷ്യം, കോപത്തിലിരിക്കുമ്പോ കാളിയെന്നും യുദ്ധത്തിന് പുറപ്പെടുമ്പോ ദുർഗയെന്നും, ആ സന്തോഷമായിട്ട് ഭവിച്ചതിനെ എല്ലാം കാത്തുകൊണ്ടിരിക്കുന്ന ദേവിയെ ഭവാനി എന്നും, ദേവിയുടെ പുരുഷ രൂപത്തെ വിഷ്ണു എന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പൊ വിഷ്ണു രൂപിണി തന്നെയാണ് അമ്മ. അപ്പൊ കേശവം എന്ന് പറഞ്ഞ കേശവനാരാ, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, വിഷ്ണു, അമ്മേ നാരായണ. അപ്പൊ ദേവി തന്നെയാണ്. അപ്പൊ അമ്മയുടെ അടുത്താണ് ഇതെല്ലാം എത്തിച്ചേരുന്നത്. അപ്പൊ പരാശക്തി ഉപാസകർ എന്ന് പറയുന്നത് അവര് ഏറ്റവും ഹയ്യസ്റ്റ്, ഉയർന്ന പൂജകരാണ്. അമ്മയ്ക്ക് മുകളിൽ ആരും ഇല്ല. ഒരു അമ്മയെ പൂജിക്കുന്നതിൽ നിന്നാണ് നമുക്ക് എന്താ പറയാ, 100 തവണ ഉയർന്നതാണ് സദ്ഗുരു, സദ്ഗുരു പൂജ എന്ന് പറയുന്നത്. കാരണം ദേവി മന്ത്രം ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ കോടി പുണ്യമാണ്. അപരാജിതം, അപരം എന്ന് പറഞ്ഞാൽ എന്താ, അവസാനം, ഏറ്റവും അവസാനം. നമ്മുടെ ഏറ്റവും എല്ലാ ഉപാസനകളുടെയും അവസാനത്ത് എത്തിച്ചേരുന്നതാണ് ദേവിയുടെ പാദപത്മങ്ങളില്. അതുകൊണ്ടാണ് അപരാജിതം. അപ്പൊ ദേവി ഉപാസന എന്ന് പറഞ്ഞ അപരക്രിയയാണ്. അതുകൊണ്ട് രഹസ്യമായിട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പര അപര, ഒന്നും വെളിയിൽ പറയരുത്. ഗുഹ്യാതിഗുഹ്യം ശ്രീവിദ്യ ഉപാസന, അന്തർയാഗമാണത്.
കാരണം അന്തർയാഗം എന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്നത്. നമുക്ക് എന്താ അകത്ത് നടക്കുന്നതെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല അല്ലേ? ഒരു ക്യാമറ വെച്ചോ അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ നമുക്ക് കുറച്ച് രക്തചംക്രമണവും നമ്മുടെ എല്ലുകളുടെ പൊസിഷനും ഒക്കെ അറിയാൻ പറ്റും അല്ലേ? നമ്മളിപ്പം സ്കാൻ എടുത്ത് നമുക്ക് നോക്കാം. ഇല്ല, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഈ യോഗ ശരീരത്തെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതെല്ലാം ജീവനെ കാണാൻ പറ്റില്ല, പ്രാണസഞ്ചാരം കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളത് അതിസൂക്ഷ്മമായിരിക്കുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അന്തർയാഗമാണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. ദേവിയെ എപ്പോഴും നമുക്ക് പുറത്ത് കാണുന്നതിനേക്കാളും 1000 മടങ്ങ് ശക്തിയാണ് ഉള്ളിൽ കണ്ട് പൂജിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ പിറവിയെ ഇല്ലാത്ത നിലയാണത്. ഇനി ജന്മം ഉണ്ടാവില്ല. അതാണ് അപരാജിതം. മറ്റ് ദേവതാ ഗൃഹങ്ങളിൽ ചെന്നാൽ എന്താ, ഭൂമിയിൽ പിന്നെ തിരിച്ചു വരണം. ദേവിയുടെ ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞാൽ 25 പ്രാകാരങ്ങള്, അവിടെ ധ്യാന മണ്ഡപം, ജ്ഞാന മണ്ഡപം, ശൃംഗാര മണ്ഡപം എല്ലാം ഉണ്ട്. എല്ലാ കലകളും ശൃംഗാര മണ്ഡപത്തിലുണ്ട്. കാരണം മന്ത്രത്തിന് എന്താ പറയാ, ആ ഒരു മന്ത്രദീക്ഷയിലൂടെ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു ഭാവന കൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഭാവന വേണം. അതാണ് ഹൃദയപത്മത്തിൽ ഇരിക്കുന്ന സുധാസിന്ധു മേരുവില് ബിന്ദുവായിരിക്കുന്ന പരാശക്തിയെ നമ്മൾ അടയണമെങ്കിൽ നമുക്ക് ഭാവന കൊണ്ട്, അത്രയും ഭക്തി. ഭാവന വരുന്നത് എപ്പോഴാ? ഭക്തിയില് അല്ലെ? ദേവിയെ കാണണം, എനിക്ക് എൻ്റെ ഈ ശരീരത്തിലിരുന്ന് എൻ്റെ അമ്മയെ കാണണം. നമുക്ക് ഓരോ എന്താ പറയുക, ദേവിയുടെ ആ ഒരു ചിന്താമണി യാത്ര ചെയ്യാം. ചിന്താമണി ഗൃഹത്തിലോട്ട് നമ്മുടെ ഇതേ എന്താ പറയാ, ഈ ചാനലിൽ തന്നെ ദേവിയുടെ ചിന്താമണി യാത്ര ഇട്ടിട്ടുണ്ട്. ഓരോ എന്താ പറയാ ദേവിയുടെ ആ ഫോർട്ടുകള് എന്ത് ഭംഗിയുള്ള, അതിലൂടെ നടന്ന് ഇല്ലേ, 8 മതിലുകള്, 8 ലോഹ മതിലുകള്, അത് കഴിഞ്ഞ് ദേവിയുടെ പുഷ്പങ്ങൾ കൊണ്ടുള്ള മതിലുകള്, രത്നങ്ങൾ കൊണ്ടുള്ള മതിലുകള്, ശ്യാമ, വാരാഹി, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അനേക ഗൃഹമണ്ഡലങ്ങള് അല്ലെ? പിന്നെ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ മണ്ഡലങ്ങള്, അത് കഴിഞ്ഞ് കാമന്റത്, 25ാമത്തെ കാമന്റത്, അവിടെ ആ ഒരു തടാകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭവതാരിണിയായിരിക്കുന്ന താരാദേവി അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമുക്ക് മഹാപത്മാടവിയാകുന്ന നമ്മുടെ ശിരസില് പ്രവേശനം സാധ്യമാകൂ. മഹാപത്മാടവി കഴിഞ്ഞ് ചിന്താമണി ഗ്രഹം, അവിടെ 9 ആവരണങ്ങള്, കാലസ്വരൂപിണിയായിരിക്കുന്ന 15 തിഥിനിത്യ ദേവതകള്, അതിനു മുകളിൽ ഏറ്റവും ഉയർന്ന ആ ഒരു മായയാകുന്ന മഹായവനികയ്ക്കപ്പുറത്തിരിക്കുന്ന ശൃംഗാര പീഠത്തിലിരിക്കുന്ന ആ ശ്രീവിദ്യ പീഠത്തിലിരിക്കുന്ന കാമേശ്വര അംഗസ്ഥായിരിക്കുന്ന ആ മഹാപരമേശ്വരിയെ കാണണമെങ്കിൽ ഒരു ജീവൻ എത്രയോ ജന്മത്തെ പുണ്യമാർജിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അതുകൊണ്ടാണ് മന്ത്രം, ആ മന്ത്രത്തിലൂടെ മാത്രമേ ഭാവന ചെയ്യാൻ സാധിക്കുള്ളൂ. ഹൃദയപത്മത്തിൽ ഇരിക്കുന്ന ദേവിയെ നമ്മൾ സദാ എന്താ പറയാ, എപ്പോഴും അമ്മയെ കണ്ടുകൊണ്ടേയിരിക്കണം. ദേവി ഭക്തർക്ക് അതിൽ കൂടുതൽ ആനന്ദം ഒന്നുമില്ല അല്ലെ? അപ്പൊ ആ ഒരു പഞ്ചബ്രഹ്മാസന സ്ഥിതിയായിട്ട് അമ്മ ഇരിക്കണു. അപ്പോ ദേവി ഇരിക്കുന്ന 5 ബ്രഹ്മത്തിന്റെ പുറത്താണ്. ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര, സദാശിവന്മാര്. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണത്? അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 കോശങ്ങള്. അതിന്റെ ഉള്ളിലാണ് ജീവൻ ഇരിക്കുന്നത് അല്ലെ? അതിന്റെ നടുവില് സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന സദാശിവൻ ചിരിച്ചുകൊണ്ട് പലകയായിട്ട് കിടക്കണു. അഗ്നി, നിര്യതി, വായു, ഈശാനകോൺ ഇവരുടെ ആസ്ഥാനം. ഇനി 25 പ്രാകാരങ്ങളില് 25 സിംഹാസനത്തിലിരുന്ന പരാശക്തി ഓരോ ശരീരത്തെയും ഭരിക്കുന്നു അല്ലെ? ഓരോ ശരീരത്തിൽ അമ്മ ഇരിക്കുന്നത്, ഇതിലെല്ലാം അമ്മ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേറെ വേറെ മുഖങ്ങളല്ലേ, വേറെ വേറെ പലതായിട്ട് തോന്നുമെങ്കിലും ശക്തി അമ്മയുടേത് മാത്രമാണ്. അഹമിത്യേവ വിഭാവയേ ഭവാനി, ഏകയായിരിക്കുന്ന അമ്മ. അമ്മ ശുംഭനിശുംഭന്മാരെ വധിക്കുമ്പോ പറയുന്നുണ്ട്, ഏകൈവാകം ജഗത്തത്ര, ഈ ജഗത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിൽ നിന്ന് വരുന്നതാണ് എല്ലാം. അപ്പൊ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ ദേവതകളും അമ്മ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ അമൃതം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ രക്തസഞ്ചാരം, ബ്ലഡിനെയാണ് നമ്മൾ പറയുന്നത്. അത് പോയി കഴിഞ്ഞാൽ ഓരോ നമ്മൾ കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടാൽ എന്താ? ജീവൻ നഷ്ടപ്പെട്ടു പോകും ഇല്ലേ? അപ്പൊ ഈ സുധാ സിന്ധു എന്ന് പറയുന്ന അമൃതം എന്ന് പറയുന്ന അമൃത കടല് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രക്തമാണ്. ഇത് തന്നെയാണ് അമൃത സമുദ്രം. സപ്തസമുദ്രങ്ങൾ നമ്മുടെ ശരീരത്തില് 7 ലിറ്റർ അല്ലെങ്കിൽ 7 സമുദ്രങ്ങളെ കാണിക്കുന്നു. 7 ലിറ്റർ ബ്ലഡ് അല്ലെ? ഇനി അല്ലാതെ നോക്കണമെങ്കിൽ നമുക്ക് എന്താ പറയാ, പാൽക്കടല് ഇല്ലെങ്കിൽ എന്താ പറയാ പഞ്ചാമൃതം, ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ശ്രീവിദ്യ ഉപാസനയില് 7 തരത്തിലുള്ള കടലുകളെ പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഉപ്പ്, അവസാനം ഉപ്പ് കൊണ്ടുള്ള കടല്, ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക്. അത് നമുക്ക് ഭാവന ഉപനിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ 7
ലിറ്റർ ബ്ലഡ് 7 സമുദ്രങ്ങളെ കാണിക്കണമെന്ന് എടുക്കണം. കാരണം എന്താ? ഈ ശരീരത്തിൽ 3 ലെയറാണ് സ്കിന്നുള്ളത്. നമുക്ക് ത്വക്കെന്ന് പറയുന്നത് 3 ലെയറാണ്. അത് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരായിട്ട് എടുക്കണം. ജലരൂപത്തിൽ 7 ലിറ്റർ ബ്ലഡ് ഉണ്ട്. ഹൃദയപത്മം എന്ന് പറയുന്ന സുമേരു മധ്യശൃംഗം. പഞ്ചബ്രഹ്മം, പഞ്ചകോശത്തിനുള്ളിൽ ജീവരൂപത്തിലെ പരാശക്തി ഇരിക്കുന്ന ഇത് കാണുന്ന ഉപാസകൻ, ഇല്ലെങ്കിൽ ഇതിനെ കാണുന്നവൻ, പാർപ്പവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സുകൊണ്ട് ഭാവന കൊണ്ട് കാണണം. മോക്ഷത്തിന് അവൻ അർഹനാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവന് മോക്ഷം ഉറപ്പാണ്. എപ്പോഴും നമ്മളിത് ചിന്തിക്കണം. ഉറങ്ങാൻ പോകുമ്പോ ഈ ദേവി ആ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് നമ്മൾ ദേവിയുടെ പാദപത്മങ്ങളിൽ കടന്ന് ഉറങ്ങണം. അതിന് സംശയം പാടില്ല. ഇതുണ്ടോ, എനിക്ക് പറ്റുമോ? എന്താ സംശയം? സംശയാത്മാ വിനശ്യതി എന്നാണ്. സന്ദേഹം അജ്ഞാനത്തിന്റെ കൂട്ടുകാരനാണ്, അല്ലെ? നമുക്ക് എപ്പോഴും എല്ലാത്തിനും സംശയമാണ്. എല്ലാ സുഖദുഃഖങ്ങളും ഇവിടെ ഇറക്കി വെച്ച് ഉറങ്ങണം, അമ്മയുടെ പാദത്തിൽ വെക്കണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് എന്താ സുഖദുഃഖങ്ങളെന്നോ നല്ലത് ചീത്തത് വിദ്യ അവിദ്യ, ശരിക്കും പറഞ്ഞ ഒരു തലം കഴിഞ്ഞാല് എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദ്വൈതമായിട്ട് കാണുന്നത്? ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് എല്ലാം ദ്വൈതമായിട്ട് തോന്നുന്നതാണ്. അപ്പൊ എല്ലാം അമ്മയുടെ പാദത്തിൽ ഇറക്കി വെച്ചാൽ പിറ്റേ ദിവസം എല്ലാം ക്ലീനായി, അല്ലെ? എല്ലാം അറിയുന്ന അമ്മയുടെ പാദത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്നർത്ഥം. വിശ്വാസമാണ് വേണ്ടത്. നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശേഷമുള്ള ശ്വാസം, അതിന്റെ പേരാണ് ഉറപ്പ്, അല്ലെ? ഉറപ്പായിട്ട് അമ്മയുണ്ട്. ആ ഉറപ്പിലാണ് നമ്മൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തിമത്തായിട്ട് തീരുന്നത്. സുമേരുവിന് 25 പ്രാകാരങ്ങള്, മണിദ്വീപിലാണ് ചിന്താമണി ഗ്രഹം. ആദ്യത്തെ ആ ഒരു ഇരുമ്പ് പ്രാകാരങ്ങള് തുടങ്ങി 7 മെറ്റൽ ഫോർട്ടുകള്, ആ നവരത്നങ്ങൾ തുടങ്ങി 25 പ്രാകാരങ്ങള്. അപ്പൊ മനുഷ്യൻ ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് റിയലൈസേഷൻ, പരാശക്തി എന്ന് പറഞ്ഞാല് പരാശക്തിയുടെ സ്വത്തായിട്ട് അമ്മ പറയുന്നത് ആരാ? ശിവത്തെ മാത്രമാണ്. ശിവനാണ് അമ്മയുടെ സ്വത്ത്, അല്ലെ? ശിവൻ മാത്രം. അത് നമ്മൾ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞ് ദേവിയെ സ്വന്തമാക്കിയാല് നമുക്ക് പൂർവിക സ്വത്ത് നമ്മൾ പറയുന്നത് എന്താ? കുറച്ച് ഈ പറയുന്ന ഭൂമി, ഇല്ലേ? നിലം, പുരയിടം നമ്മൾ പറയും. കുറച്ച് പൂർവികര് തന്ന സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണത്തെ, പണത്തെ, ഇല്ലേ? ബാങ്ക് ബാലൻസിനെ, കുറച്ച് ഭൂമി അതിന്റെ അച്ഛന്റെ ആണ് അമ്മയുടെ ആണെന്ന് നമ്മൾ പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ആരുടെയാണ് ഇതെല്ലാം? ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും വസ്തു നമ്മൾ ഉണ്ടാക്കിയതാണോ, നമ്മൾ കൊണ്ടുവന്നതാണോ? അല്ല. ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. കുറച്ചു കാലത്തേക്ക് നമ്മളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അത് എടുത്തു പറയേണ്ട ഒരു വാക്കാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ധാരണയില്ല, അല്ലെ? ക്ലാരിറ്റി ഓഫ് വിഷൻ, ആ സത്യമായിട്ട് എന്താണ് നമ്മൾ കുറച്ചു നാൾ കൈവശം വെച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പരാശക്തി പറയുന്നത് ഈ കാണുന്നതെല്ലാം ഞാൻ വെറും കളിക്കോപ്പായിട്ട് ഉണ്ടാക്കിയാണ്. എന്റെ സ്വത്ത് ശിവനാണ്, ശിവമാണ്, അല്ലെ? എന്താ ശിവം? ഒരിക്കലും നശിക്കാത്ത, നാമരൂപങ്ങളില്ലാത്ത, പൂർണ്ണമായിട്ട് ഇരിക്കുന്ന, ഐശ്വര്യമായിരിക്കുന്ന സമ്പത്തുള്ളവളാണ് ദേവി. ശിവനാണ് എന്റെ സ്വത്ത്. അപ്പൊ നമ്മള് ദേവിയെ ഉപാസിക്കുമ്പോൾ ദേവിയുടെ സ്വത്ത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് കിട്ടണം, അല്ലെ? നമ്മൾ അതിന് അർഹരാണ്. അമ്മ നമ്മുടേതാവുമ്പോ ദേവി നമുക്ക് ആ സ്വത്ത് തരും. ആരെയാ തരുന്നത്? ആ ശിവഭഗവാൻ, മംഗളസ്വരൂപനായിരിക്കുന്ന ശിവനെ അമ്മ നമുക്ക് തരും. ശിവനിൽ എത്താൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ശിവജ്ഞാനപ്രദയായിരിക്കുന്ന അമ്മ. അമ്മയിലൂടെ മാത്രം. ഇതിനെയാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ 25 പ്രാകാരങ്ങളെ, വികാരങ്ങൾ, 25 പ്രാകാരങ്ങൾ എന്ന് പറഞ്ഞാല് അമ്മയുടെ അടുത്ത് എത്താൻ നമുക്ക് 25 വികാരങ്ങളെ നമ്മൾ ജയിക്കണം. മനുഷ്യന് 12 ഇമോഷൻസ് അതിന് അടിമയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജാതകത്തില് 12 രാശികൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ആദ്യത്തെ രാശി എന്താ? ഈ 12 രാശി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ഒരു കളം വരയ്ക്കണം, അല്ലെ? അതില് 12 രാശികള്, നവഗ്രഹങ്ങള്, പിന്നെ അല്ലാതെ 3 എണ്ണം. എന്താണ് ഈ രാശികള്? ഒന്ന് തന്നെ പറ്റിയുള്ള ആ സ്വത്വം. രണ്ടാമത്തെ രാശി കുടുംബം. മൂന്നാമത്തത് സഹോദരൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാം. നാലാമത്തത് മാതാവ്, സ്വഗൃഹം. അഞ്ചാമത്തത് പുത്രപൗത്രാദികള്, പൂർവ പുണ്യം അല്ലെങ്കിൽ പൂർവ സ്വത്ത്. ആറാമത്തത് ശത്രു, അല്ലെ? കടം. ഏഴാമത്തത് കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യാസ്ഥാനം എന്ന് പറയും, 7. അല്ലെങ്കിൽ അതിന് ബിസിനസ്, നിവർത്തി, ഇതെല്ലാം പറയാം. 8 മരണം. 9 അപകീർത്തി, നഷ്ടം. അല്ല, സോറി, 8 എന്ന് പറയുന്നത് മരണം, അപകീർത്തി, നഷ്ടം. 8 വന്നാൽ പൊട്ടെന്ന് പറയും. 8ാമത്തെ ഭാവം നമ്മുടെ പലതും കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനം മരണം പറയാറുണ്ട്. 9 എന്ന് പറയുന്നത് ഗുരുവിന്റെ അനുഗ്രഹം, അല്ലെ? ബ്രഹ്മോപദേശം, ആത്മജ്ഞാനം. 10 എന്ന് പറഞ്ഞാല് കർമ്മം, ഭക്തി. 11 ലാഭം, സർവ അഭീഷ്ടം. 12 നഷ്ടം അല്ലെങ്കിൽ മുക്തി, വിരക്തി. ഇങ്ങനെ 12 എന്താ പറയാ, നവഗ്രഹങ്ങള്, 12 കോളങ്ങള്, അതായത് നമ്മുടെ ജന്മ
ചാർട്ട് എന്ന് പറയും, നമ്മൾ അതിനെ ജാതകം എന്ന് പറയും. നമ്മൾ എല്ലാരും പറയാറുണ്ട്, നമ്മൾ ജാതകനെ ഒരു ഒരു ജ്യോത്സ്യനെ കാണിക്കുമ്പോൾ ഈ 12 കളങ്ങളിൽ നമ്മൾ ഏതിലൊക്കെയാണ് ബന്ധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ എന്താ പറയാ, നമ്മൾ 12 ഇമോഷൻസ്, നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങള്, ഇതെല്ലാം നമ്മുടെ, അതുകൊണ്ടാണ് ജാതകം ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ കർമ്മങ്ങളുടെ. നമ്മൾ ഈ ജന്മം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെ? നമ്മൾ പറയാറുണ്ട് 8-ൽ നിന്നു, ഇല്ലെങ്കിൽ 5-ൽ നിന്നു, ഇയാൾക്ക് ഭാഗ്യമുണ്ട്, ഒരുപാട് സ്വത്ത് കിട്ടും, ഇല്ലെങ്കിൽ ബന്ധുക്കള് ശത്രുക്കളാകും, സമൂഹം ശത്രു, ഇങ്ങനെ എന്താ, നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മുടെ ഈ പൂർവ്വജന്മങ്ങളിൽ ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയ ഈ ജന്മം. അപ്പൊ ഈ 12 ഇതിൽ 12 കോളങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തിനെയാണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെ? അപ്പൊ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ, പഞ്ചകർമ്മേന്ദ്രിയങ്ങളെ, പഞ്ചപ്രാണനുകളെ, പഞ്ചഭൂതങ്ങളെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 25 പ്രാകാരങ്ങളാണ് ദേവിയുടെ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ കടന്നു പോകേണ്ടതായിരിക്കുന്നത്. അപ്പൊ സെൽഫ് റിയലൈസേഷൻ, സെൽഫ് എന്ന് പറയുന്ന ആത്മാവ് എവിടെ ഇരിക്കണു, ഞാൻ ആരാണ്, എന്താ സെൽഫ് റിയലൈസേഷൻ? സെൽഫിനെ അറിയുക. സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലെ? ഞാന് എന്റെ ഈ ശരീരമാണോ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണോ? അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയണമെങ്കിൽ ഈ ഒരു സെൽഫിനെ, ഞാനിനെ അറിയണം. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ആരാ? ഈ ശരീരം നമ്മളല്ല, മനസ്സ് നമ്മളല്ല, ബുദ്ധിയല്ല, ഇതൊന്നും നമ്മളല്ല. കാരണം എന്താ? മരണസമയത്ത് ഇതിനെല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്താ ഇവിടുന്ന് യാത്രയാവുന്നത്? ആത്മാവ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മാവ് ആരാണ്? എന്റെ ആത്മാവായിട്ടിരിക്കുന്നത് ഈ പരാശക്തിയായിരിക്കുന്ന അമ്മയാണ്, ചലിക്കുന്ന ശക്തി, അല്ലെ? ശിവന്റെ പുറകില് ശിവമായിട്ടിരിക്കുന്ന ആ, എന്തിൽ നിന്ന് പ്ലഗ് കുത്തിയാലാണോ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്, ആ ശിവനിൽ നിന്ന് ശക്തി സ്വീകരിച്ച അമ്മ പഞ്ചബ്രഹ്മത്തിന്റെ മുകളില് ഇരുന്ന് ഈ പറയുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ച് പാലിച്ച് തന്നിൽ ലയിപ്പിക്കുന്നു. ഇതാണ് സെൽഫ് റിയലൈസേഷൻ. ഈ സെൽഫ് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ സ്വന്തം? അമ്മ മാത്രം നമ്മുടെ സ്വന്തം, അല്ലേ? അമ്മ നമുക്ക് എന്താ തന്ന് അനുഗ്രഹിക്കുന്നത്? നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുടുംബ സ്വത്ത്, അല്ലേ? നമ്മൾ വന്ന DNA ആരുമായിട്ട് കണക്റ്റഡ് ആയി? സാക്ഷാൽ ലളിതാ പരമേശ്വരിയായിട്ട് കണക്റ്റഡ് ആയി. ഈ ആത്മാവ് ഞാനാണെന്നുള്ള തിരിച്ചറിവില് നമുക്ക് ശിവത്തെ കിട്ടുന്നു, ശിവനെ കിട്ടുന്നു, മംഗളത്തെ കിട്ടുന്നു, മോക്ഷത്തെ കിട്ടുന്നു. ഇതാണ് ഇവിടുത്തെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സെൽഫ് റിയലൈസേഷൻ കൊണ്ട് മാത്രമേ നമ്മുടെ 25 പ്രാകാരങ്ങൾ, 25 ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ ജയിക്കാൻ സാധ്യമാകൂ. അതിനെയാണ് നമ്മൾ തത്വമസി വാക്യം ഉണരണം എന്ന് പറയാനുള്ളത്. എന്താ തത്വമസി? തത് ത്വം അസി, അത് നീയാകുന്നു. സാധാരണ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ഏതെന്ന് ചോദിക്കും, അല്ലേ? ആ ഒരു, അപ്പോഴേ നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റൂ. എന്റെ ഉള്ളിലിരിക്കുന്നത് ഈ ഒരു അഹമാണ്, ഈ ഒരു ശക്തിയാണെന്ന് പറയാൻ പറ്റൂ. ജീവൻ ശരീരത്തിൽ ഇരിക്കുന്നു, ശരീരത്തിൽ ഇരിക്കുന്നത് വരെ കർമ്മങ്ങള്, സുഖദുഃഖങ്ങള്, ഇല്ല, ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ശരീരം എടുക്കണം. ഇതൊരു സൈക്കിളാണ്, അല്ലെ? ഇതൊരു വൃത്തമാണ്. ഈ പുനരഭിജനനം, പുനരഭിമരണം. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണത്തിന് തുല്യാണ്. ഈ 24 ഇമോഷൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യ ജന്മത്തിലും ഉണ്ട്. ഈ പഞ്ച ഈശ്വര കൃത്യങ്ങള്, ഈ പഞ്ചബ്രഹ്മങ്ങള് കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഈ പരാശക്തിയാണ്. കാരണം അവർക്ക് ശക്തി കൊടുക്കുന്നത് ആരാ? ദേവിയാണ്. കണ്ണടച്ചിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ സർവാനുലംഘ്യ ശാസന ശ്രീമദ് ത്രിപുര സുന്ദരി, ഇപ്പൊ ദേവിയുടെ ആജ്ഞ കണ്ണ് തുറന്നാ കിട്ടും. അതുകൊണ്ടാണ് അവര് ദേവിയുടെ അടുത്തുനിന്ന് പോകാൻ ഇഷ്ടമല്ലാതിരിക്കുന്നത്. കണ്ണ് തുറന്നാ ദേവി പറയും പോകുന്നു, അല്ലെ? ഇവര് കണ്ണടച്ചിരിക്കുന്ന എന്താ? അമ്മയുടെ ആജ്ഞ എന്താണ്? അവർക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരെല്ലാം അങ്ങനെ ഇരുന്നിട്ട് ആ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര്, അനുഗ്രഹം, തിരോധാനം, എല്ലാവരും കണ്ണടച്ചിരുന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ ദേവി ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ കർമ്മങ്ങളെ നിർവഹിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാ കർമ്മങ്ങളും ദേവി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പുറത്തുള്ളതെല്ലാം തന്നെ നമ്മുടെ അകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് വേദം പറയുന്നത് തത് ത്വം അസി, തത്വമസി, യു ആർ ദാറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഇഗ്നറൻസ്, നമ്മുടെ അറിവില്ലായ്മ, അജ്ഞാനം കൊണ്ടാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൺഫ്യൂസ് ചെയ്ത്, ഇല്ലേ? നമ്മുടെ ആ ഒരു എന്താ പറയാ, അറിവ്, ശരിക്കും അറിവ്, ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, ഇല്ലെ? നമ്മുടെ അസുഖം എന്ന് പറയുന്നത് എന്താ? അസുഖം, അനിത്യം, ലോകം എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഈ അനിത്യമായിരിക്കുന്ന ലോകത്തിന് സത്യമാണെന്ന് കാണും. ലോകം സത്യമായിരിക്കാം, പ്രളയം വരെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ ശരീരം അനിത്യമാണ്, കുറച്ചു കാലത്തേക്ക് മാത്രം ഇവിടെ വന്നതാണ്. അപ്പൊ ഈ ഭവരോഗം, അതുകൊണ്ടാണ് ഭവം, ഈ ഭവിച്ചത് രോഗമാണ്. രോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുണ്ടാകുന്ന, നമ്മളെ ബാധിച്ചിരിക്കുന്ന, ശരീരത്തിനും മനസ്സിനും ബാധിച്ചിരിക്കുന്ന രോഗത്തെയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. അതിന് ചികിത്സ ചെയ്യണം, അല്ലേ?
ചികിത്സ എന്താ? ഈ ഭവരോഗത്തിന് അജ്ഞാനത്തെ മാറ്റുക. ചിലരൊരിക്കലും ഈ അജ്ഞാനം മാറ്റാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിച്ചിട്ട് അവസാനം എന്താണ്? വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോണ്ടേ? കാരണം ഇങ്ങനെ ജന്മങ്ങൾ കടന്നു പോകും. നമ്മൾ ഓരോ ജന്മത്തിലും സുഖത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇത് സത്യമാണെന്നുള്ള ചിന്തയിൽ ഇരുന്നു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്ന കാലത്തേക്ക് മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനും മണക്കാനും അറിയാനും സാധിക്കൂ. ഈ സത്യത്തെ നമ്മൾ അറിയണം. ശരിക്കും പറഞ്ഞാല് ആ ഒരു സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സത്യത്തെ അറിയാത്തത് കൊണ്ട്, ആ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണു? വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരണു. ഇല്ലേ? ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ? വിവേകാനന്ദ സ്വാമി പറയുമ്പോൾ ദോസ് ഹു ട്രീറ്റ് ആൻഡ് ഹീൽ ഗെറ്റ് ക്യൂർഡ്. ഇത് അറിഞ്ഞ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് ശരിക്കും രോഗം ഇല്ലാതായി ആൻഡ് നെവർ ബോൺ അഗെയിൻ. അവർക്ക് ജന്മമില്ല. ഭഗവാൻ വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണ പരമഹംസർ കൊടുത്ത ഏറ്റവും വലിയത് എന്താ? ഈശ്വരനുണ്ട്, ഈശ്വരനെ കാണാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം? പക്ഷേ ഭവരോഗത്തിന് ചികിത്സ എടുക്കണം. എന്നിട്ട് ഈ സത്യത്തെ അറിയണം. വേദങ്ങള്, ഉപനിഷത്തുകള്, ശാസ്ത്രങ്ങള്, ഗുരുപദേശം എല്ലാം പഠിച്ച് ആ വഴി പോയി കഴിഞ്ഞാല് ഇതിന് മരുന്നുണ്ട്, അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് രോഗത്തെ ഭേദമാക്കി നമുക്ക് അതിൽ കിട്ടുന്ന ഫലം എന്താ? ഇതിന്റെ ചികിത്സയുടെ ഫലം ഇനി ഒരിക്കലും ജനന മരണ ചക്രത്തിൽ നിന്ന് ദേഹത്തിൽ പിന്നെ വരാതെ മുക്തി പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ദേവിയുടെ 2 കണ്ണുകളിൽ ലക്ഷ്മിയും സരസ്വതിയുമാണ്. അതുകൊണ്ട് ദേവിയുടെ ഒരു നോട്ടം മതി നമുക്ക് എല്ലാം കിട്ടാൻ, അല്ലേ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. അമ്മയുടെ നോട്ടം മാത്രം മതി. കാമാക്ഷിയാണ് അമ്മ. ആദിശേഷന്റെ 1000 നാക്കുകൊണ്ട് പോലും ദേവിയെ വർണ്ണിക്കാൻ സാധ്യമല്ല. മഹാപത്മാടവി എന്ന് പറഞ്ഞ താമരക്കാടാണ്, കദംബവാടിയാണ് ചുറ്റും. അവിടെ ദിവ്യ സുഗന്ധമാണ്. അവിടെ ഇരിക്കുന്ന ദേവി കാമാക്ഷിയായിട്ട്, ലളിതാ ത്രിപുര സുന്ദരിയും കാമാക്ഷിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോ കാമാക്ഷി എന്ന് പറഞ്ഞാല് അതിശയമായിരിക്കുന്ന പേര്. കാരണം ദേവിയുടെ 2 കണ്ണുകള് 2 അനുഗ്രഹങ്ങളെ കൊടുക്കാൻ കഴിവുള്ളതാണ്. കാ എന്ന് പറഞ്ഞാൽ സരസ്വതി, മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി. കാമാക്ഷി എന്ന് പറഞ്ഞാൽ ദേവി നമ്മളെ ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് നോക്കിയ വിദ്യയും ധനവും നമുക്ക് വന്നു ചേരും. അപ്പൊ കാമാക്ഷി, കാഞ്ചിയിൽ ഇരിക്കുന്നവൾ, അല്ലെ? ദേവി ലളിതാ ത്രിപുര സുന്ദരിയുടെ ആദ്യമായിരിക്കുന്ന രൂപം പ്രത്യക്ഷമായത് കാമാക്ഷി പീഠത്തിലാണ്. അതിനെയാണ് കാമകോടി പീഠം എന്ന് പറയുന്നത്. കാമകോടി നിലയ. അവിടുത്തെ ആ ഒരു ഉപനിഷത്ത് ബ്രഹ്മേന്ദ്ര മഠത്തിൽ വെച്ചാണ് ഹയഗ്രീവ സ്വാമി ലളിതാ സഹസ്രനാമം അഗസ്ത്യന് ഉപദേശിക്കുന്നത്. അപ്പൊ അത്രയും അനുഗ്രഹമായിട്ടിരിക്കുന്ന ദേവിയാണ് കാമാക്ഷി. സതീദഹനത്തില് ശിവതാണ്ഡവ സമയത്ത് ദേവിയുടെ ശരീരത്തിലെ ഇടുപ്പ് ഭാഗം, അതുകൊണ്ടാണ് ഒഡ്യാണ പീഠം എന്ന് അതിനെ പറയുന്നത്. ഒഡ്യാണ പീഠ നിലയ. ഒഡ്യാണ പീഠമാണ് കാഞ്ചിയില്. അതാണ് കാഞ്ചിയില് ഇത്രയും പ്രാധാന്യം. കാമദായിനി, ജ്ഞാനസിദ്ധി കൊടുക്കുന്നവൾ. കാമം എന്ന് പറഞ്ഞാൽ കാമങ്ങളെ ഇല്ലാതാക്കുന്നവൾ എന്നൊരു അർത്ഥം എടുക്കണം. കാരണം ഈ ആഗ്രഹമാണ് ജന്മത്തിന് കാരണം, അല്ലെ? അപ്പൊ ദേവിയെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അമ്മയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം അവിടെ കഴിഞ്ഞു. അപ്പൊ കാമദായിനി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ ഒരു ഭൂമിയിൽ കിട്ടുന്ന കുറെ ആഗ്രഹങ്ങൾ സാധിക്കുക. അങ്ങനെയല്ല, ജ്ഞാനസിദ്ധി കൊടുക്കുന്നവൾ, അല്ലേ? നമ്മുടെ ഹോർമോൺസ് ശരിക്കും പറഞ്ഞാല് ആ ഒരു നമ്മുടെ ശരീരത്തിരിക്കുന്ന DNA അല്ലെങ്കിൽ ഹോർമോൺസ് നമ്മൾ എപ്പോഴാണോ ദേവിയെ ആ ഒരു നമ്മുടെ ഉള്ളിൽ വെച്ച് ധ്യാനിക്കുന്നത്, എല്ലാം തന്നെ എന്ത് ചെയ്യും? ആ മാറ്റങ്ങൾ സംഭവിക്കും. അത് ദേവിയുമായിട്ട് കണക്റ്റഡ് ആവും, അല്ലേ? ആ നമ്മുടെ ശരീരത്തില് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളില്. ആ ഹോർമോൺസ് എല്ലാം ദേവി മെഡിറ്റേഷനിലൂടെ, ദേവി ധ്യാനത്തിലൂടെ അതിനെല്ലാം ഒരു ഡിവിനിറ്റി, ഒരു ഡിവൈൻ ഫോം ആയിട്ട് തീരും. അങ്ങനെ ദേവിയെ അമ്മയായിട്ട്, ഈ യൂണിവേഴ്സൽ, ഈ ജഗദംബികയായിട്ട് ആരാണോ ശരിക്കും പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്, അവരെന്താണ്? അവര് സെൽഫ് ഇലൂമിനേറ്റഡ്. അവരുടെ സെൽഫ്, ആ പ്രകാശം, ആത്മശക്തി പ്രകാശിക്കും. കാരണം അവർക്ക് എന്താ പറയാ, ആ ഒരു നമ്മുടെ ആ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ആ ഒരു അഷ്ടദള പത്മത്തിൽ തന്നെ ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ദൈവീകമായിരിക്കുന്ന ഒരു ഭാവം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവിയെ കണ്ട് 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 ആത്മജ്ഞാനത്തില് ആ മനസ്സുകൊണ്ട് നമുക്ക് ആത്മജ്ഞാനത്തിൽ ലയിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഡിവൈൻ സാൽവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ, അല്ലെ, ആ യൂണിവേഴ്സൽ സെൽഫ് ഇലൂമിൻ ഫോം ഓഫ് മദർ, അതായത് ആ ഒരു എന്താ പറയാ, സ്വപ്രകാശത്തിലിരിക്കുന്ന അമ്മയെ നമ്മുടെ ഉള്ളിൽ കണ്ട് 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 നമ്മുടെ മനസ്സ് ആ പ്രകാശത്തിൽ ലയിച്ചു ചേരും. പിന്നെ ശരീരബോധമുണ്ടോ?
ഇല്ല, ശരീരത്തെ വിട്ട് നമ്മൾ ആ ഒരു ആത്മാവിന്റെ ആ ഒരു ഭാവത്തിലേക്ക് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ദേവി തന്നെ അമ്മയാണ്. ആ അമ്മ നമ്മളെ എന്ത് ചെയ്യും? മഹാഗ്രാസ, ഗ്രസിക്കുന്നവൾ. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും, അണച്ചു പിടിക്കും, ഇല്ലേ? അപ്പൊ എന്താ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം നമ്മളെ വിട്ടുപോയി ആ ഒരു ജീവാത്മാവ്, ആത്മാവിന്റെ ആ ഒരു മലത്രയങ്ങൾ പോയിട്ട് ജീവൻ പ്യുവർ ആയിക്കൊണ്ട് ദേവിയിൽ ലയിക്കും. അപ്പൊ ഇതിനെയാണ് ഈ പറയുന്ന 9 നാമങ്ങൾ. ഇപ്പൊ ഈ നമ്മൾ കണ്ട രണ്ടാമത്തെ ശ്രീമൻ നഗരം എന്ന് പറയുന്നത് ദേവിയുടെ ശ്രീമത്തായിരിക്കുന്ന നഗരത്തിൽ എങ്ങനെ എത്തിച്ചേരാം, ആ വഴിയാണ് പറഞ്ഞു തരുന്നത്, അല്ലെ? അപ്പൊ വളരെ മനോഹരമായിരിക്കുന്ന 9 നാമങ്ങളാണ്. ഞാൻ അതിന്റെ ഒരു സംഗ്രഹമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ഓരോ നാമങ്ങളായിട്ട് എടുത്ത് ഒന്ന് ചിന്തിച്ചു പോകാം. കാരണം വളരെ പ്രധാനപ്പെട്ട നാമങ്ങളാണ്. അമ്മ എവിടെ ഇരിക്കുന്നു? നമ്മൾ അമ്പലങ്ങളിൽ തേടി നടക്കണ്ട, തീർത്ഥസ്ഥലങ്ങളിൽ തേടി നടക്കണ്ട. ശരീരത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന അമ്മയെ എങ്ങനെ നമുക്ക് കാണാം? അമ്മയുടെ വഴി, അമ്മയിലേക്ക് എത്താനുള്ള വഴിയാണ് ഈ പ്രധാനപ്പെട്ട 9 നാമങ്ങൾ. അപ്പോ ആ ഒരു എന്താ പറയാ, സുമേരു മധ്യശൃംഗസ്ഥ എന്നുള്ള നാമമാണ് ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഓരോ നാമങ്ങളിൽ എടുക്കുന്ന ആദ്യത്തെ നാമം സുമേരു മധ്യശൃംഗസ്ഥ. അപ്പൊ സുമേരു പർവ്വതത്തിന്റെ നടുവിലെ ശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. എന്ന് പറഞ്ഞ സ്ഥിതി ചെയ്യുന്നവൾ, അല്ലെ? അപ്പോ 56-ാമത്തെ നാമമാണ് ശ്രീമൻ നഗര നായിക. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ശ്രീമൻ നഗരം. അപ്പം സുമേരുവിന്റെ മധ്യത്തില് ഇരിക്കുന്നവൾ. അപ്പൊ സുമേരു എന്ന് പറഞ്ഞാൽ ഹേമാദ്രി. അപ്പൊ നമ്മൾ 55-ാമത്തെ നാമമാണ് ഇപ്പം നോക്കുന്നത്. സുമേരു മധ്യ ശൃംഗസ്ഥ. സുമേരു അല്ലെങ്കിൽ ഹേമാദ്രി കാഞ്ചന പർവ്വതം, അതായത് സ്വർണ്ണ നിറത്തിലുള്ള പർവ്വതം, അതിന്റെ മധ്യത്തിലുള്ള കൊടുമുടിയുടെ മധ്യഭാഗത്തിരിക്കുന്നവൾ. തങ്കമല. ഹേമാദ്രി എന്ന് പറഞ്ഞാൽ തങ്കം. തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണത്തിനേക്കാൾ, സ്വർണം കുറച്ച് എന്താ പറയാ, കുറച്ച് ചെമ്പൊക്കെ ചേർക്കുമ്പോഴാണ് അത് സ്വർണ്ണാവുന്നത്. തങ്കം എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിരിക്കുന്ന ഗോൾഡ്. അതിനാണ് തങ്കമല അല്ലെങ്കിൽ ഹേമാദ്രി. സുമേരു ലോകങ്ങളെ താങ്ങുന്ന ആധാര പർവ്വതമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അക്ഷം, അത് താങ്ങി നിർത്തുന്നത്. അതിന്റെ മധ്യഭാഗത്ത് ത്രികോണാകൃതിയിൽ 3 ശിഖരം ഉണ്ടെന്നും, ശിഖരം എന്ന് പറഞ്ഞാൽ കൊടുമുടി. ഈ ത്രികൂട പർവ്വതത്തിന്റെ നടുക്ക് 4-ാമത്തെ കൊടുമുടി, അവിടെയാണ് ദേവിയുടെ ശ്രീനഗരമായിരിക്കുന്ന ശ്രീപുരം. സുമേരുവിന്റെ മധ്യ ശൃംഗത്തിൽ ഇരിക്കുന്ന ദേവി, അല്ലെ? ആ ഒരു എന്താ പറയാ, ശിവനെ അധീനത്തിലാക്കിയ, ശിവന്റെ വല്ലഭയായിട്ടുള്ള ശിവ ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥലം. അപ്പൊ തന്റെ കാമങ്ങളെ അധീനമാക്കിയ വ്യക്തിയെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. മാതൃക എന്ന് പറഞ്ഞാൽ എന്താ? മോഡൽ, അല്ലെ? മാതൃക എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചത് എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ അമ്മയിൽ നിന്നുള്ളത്, അങ്ങനെ അത്യുത്കൃഷ്ടമായിരിക്കുന്ന ഒരു ഉത്കൃഷ്ടതയുടെ മധ്യത്തിൽ പൂർണ്ണമായിട്ട് നിലകൊള്ളുന്ന ദേവി. സകലമാന അധികാരങ്ങളും ആധാരങ്ങളും പ്രാപ്തമായിട്ടും പൂർണ്ണത്വത്തിൽ നിന്ന് ഇളകാതെ ഇരിക്കുന്ന ദേവിയുടെ ഭാവം. ഇതാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. വാഗ്ദേവതകള് അതുകൊണ്ടാണ് ഇങ്ങനെ ദേവിയെ പ്രതിപാദിക്കുന്നത്. മഹാദേവന്റെ കാമങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ശിവന് കാമങ്ങൾ ഉണ്ടാക്കുന്ന ശരീരത്തെ പ്രദാനം ചെയ്ത് കാമേശ്വരൻ എന്ന പേര് കൊടുക്കണു. ശക്തിയില്ലാതെ ശിവനില്ല, ശിവശക്തിയായി യുക്തം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ ശക്തിയും ശിവനും ചേരുമ്പോഴാണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം സൃഷ്ടിക്കപ്പെടുന്നത്. ദേവിയുടെ മണിദ്വീപം എന്ന വാസസ്ഥാനത്തിന് ചുറ്റുമുള്ള, ആ കോട്ടയ്ക്ക് ചുറ്റുമുള്ള വൃക്ഷമാണ് സുമേരു വൃക്ഷം. മനുഷ്യ ശരീരത്തെ തന്നെയാണ് ഇവിടെ ആ വൃക്ഷം പ്രതിനിധീകരിക്കുന്നത്. വ്യക്തികളുടെ ആരാധനാ മൂർത്തികൾ എന്നത് അത്യന്തം ഉത്കൃഷ്ടമായിരിക്കുന്ന പാവനമായ ഒരു സ്ഥലമാണ്. അപ്പൊ സുമേരുവിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാല് 3 കൊടുമുടികളുള്ള ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുക എന്നാണ് പുരാണ കാലം മുതലേ മേരുവിന് പറയപ്പെടുന്നത്. ഉത്കൃഷ്ടമായിട്ട് ഒരു പർവ്വതമായിട്ടാണ് ഇവിടെ നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. കാരണം ജംബൂ ദ്വീപ മധ്യത്തിലുള്ള സ്വർണ്ണ നിറമുള്ള കൊടുമുടിയാണ് മേരു. 14 ലോകങ്ങളെയും അതിലെ അന്തേവാസികളെയും താങ്ങി നിർത്തുന്നത് മേരുപർവ്വതം എന്നാണ് സങ്കല്പം. ആ മേരുവിനെ ചുറ്റി 4 തരത്തിലുള്ള വൃക്ഷങ്ങളുള്ള 4 പർവ്വതങ്ങൾ ഉണ്ടെന്നും, തേന്മാവുമായിട്ട് ആ 4 കൊടുമുടികള്, അതായത് ഒന്ന് തേന്മാവുമായിട്ടിരിക്കുന്ന മന്ദരപർവ്വതം, നെല്ലിമരങ്ങളുമായിരിക്കുന്ന ഗന്ധമാദന പർവ്വതം, ഇതിനും മേരുവെന്ന് പറയാറുണ്ട്. അരയാൽ വൃക്ഷങ്ങളുള്ള വിപുലമായിട്ടുള്ള അഥവാ
കുമുദം എന്നുള്ള അപരനാമമുള്ള വിപുലം, കദംബ വൃക്ഷങ്ങളുമായിട്ട് സുപാർശ്വം. ഇതാണ് ഈ സുമേരുവിന്റെ 3 കൊടുമുടികളില് നിൽക്കുന്ന വൃക്ഷങ്ങള്. ഈ 3 കൊടുമുടികളാൽ അലങ്കൃതമാണ് ദേവിയുടെ ഈ പറഞ്ഞ ചിന്താമണി ഗൃഹം. അപ്പൊ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരുടെ 3 കൊടുമുടികള്. ഈ ത്രിമൂർത്തികളുടെ മധ്യത്തിലായിട്ട് ആ ഒരു പാലന നിരതയായിരിക്കുന്ന വിഷ്ണുവില് കുടികൊണ്ടുകൊണ്ട് തന്റെ കർമ്മത്തിന് ശക്തി പകർന്ന് നാം ആരാധിക്കുന്ന നമ്മുടെ ഇഷ്ടദേവതയായിരിക്കുന്ന മഹാദേവി. അതുകൊണ്ട് ദേവിക്കും വിഷ്ണുവിനും സമാനതകള് വേറെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യമല്ല. അനവധി ദൃശ്യങ്ങളിൽ വിഷ്ണു തന്നെയാണ് ദേവി. വിഷ്ണുവിനെ നമ്മളെ പാലന കർത്താവായിട്ടാ പറയുന്നത്, അല്ലെ? ഈ പ്രപഞ്ചം പാലിക്കപ്പെടുന്നത് ദേവിയാണ്. അമ്മേ നാരായണ, അല്ലെ? ആ സമാനത രണ്ടുപേരിലും ഉണ്ട്. അത്രയും മഹത്തായിരിക്കുന്ന ഒരു ശക്തിയാണ് സാധാരണക്കാരനായിട്ട് നമ്മള് അമ്മ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഇത്രയും വലിയൊരു ശക്തിയെ എത്ര അനുഗ്രഹം ഉണ്ടായിരിക്കണം നമുക്ക് അമ്മ എന്ന് വിളിക്കണമെങ്കിൽ തന്നെ. അത്രമാത്രം പവിത്രത നമ്മൾ നേടണം ഈ അമ്മയെ സ്വന്തമാക്കാൻ എന്നുകൂടി നമ്മൾ അറിയണം. ഇപ്പൊ സുമേരു എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലായിട്ട് എടുക്കാം. ഈ നട്ടെല്ലിന്റെ താഴെ തലകീഴായിട്ട് കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ നട്ടെല്ലിന്റെ താഴെ ത്രികോണാകൃതിയിലാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. മേരുവിന്റെ 3 കൊടുമുടികള് ത്രികോണത്തിന്റെ 3 മൂലകളാണ്. ഇതിന്റെ നടുക്കാണ് സർപ്പാകൃതിയിലുള്ള കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ താന്ത്രിക സങ്കല്പമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരം തന്നെയാണ്. ശരീരം ശ്രീചക്രം എന്നുള്ളതിന് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തില് ആ ഒരു ജാവ ദ്വീപിലുള്ള ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടിയുടെ പേര് സുമേരു എന്നാണ്. ഒരു ഉപാസകൻ തന്റെ നട്ടെല്ലിനെ അറിഞ്ഞു വേണം ഉപാസന ചെയ്യാൻ. എന്തുകൊണ്ട്? കാരണം ഈ നട്ടെല്ലിലൂടെ പിംഗള നാഡിയിലൂടെ ഒഴുകുന്ന ശ്വാസത്തെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ആ ഒരു നടുക്കുള്ള സുഷുമ്നയിലൂടെ ശ്വാസം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് തന്റെ കുലത്തെ ഭേദിച്ചുകൊണ്ട്, അല്ലെ, കുണ്ടലിനിയായിട്ട് ആ കുലാന്തസ്ഥയായിട്ട് ദേവി ആ കുലത്തിലൂടെ സഞ്ചരിച്ച് സഹസ്രാരത്തിലെത്തി തന്റെ പതിയുമായിട്ട് ചേരുന്നതെന്നർത്ഥം. അവിടെയാണ് നമുക്ക് എന്താ പറയാ അമൃത സമുദ്രത്തിലിരിക്കുന്ന അമ്മയെ കാണാൻ പറ്റുന്നത്. സഹസ്രാര പത്മത്തിലും ദേവി ശിവനുമായിട്ട് ചേർന്ന് ശിവശക്തിഐക്യ രൂപിണിയിൽ ലളിതാംബികയായിട്ട് അവിടെയും അമൃത സമുദ്രത്തെ പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയപത്മത്തിലും പറയുന്നുണ്ട്. അവിടെ ശിവശക്തി ഐക്യത്തോടു കൂടിയിരിക്കുന്ന ദേവി, അല്ലെ? ശിവാഭിന്ന. അങ്ങനെ ആ സഹസ്രാര പത്മത്തിലൂടെ അതിന്റെ മുകളില് ആ ഒരു എന്താ പറയാ അവിടെ ഇരിക്കുന്ന ദേവിയിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ച ബോധത്തെ മറികടന്ന് ശരിക്കും പറഞ്ഞ പൂർണ്ണമായിരിക്കുന്ന ശിവസ്വരൂപമായിട്ട് തീരാൻ സാധ്യമാവും. ദേവിയുടെ നമ്മൾ ഈ പറഞ്ഞ 24 പ്രാകാരങ്ങൾ കഴിഞ്ഞും ദേവിയുടെ ആ ഒരു ചിന്താമണി ഗൃഹത്തിലെത്തി ദേവി തിരസ്കരണിയാകുന്ന മായയെ മാറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ പ്രവേശിക്കുന്നത്. അവിടെ ശിവന്റെ കാമേശ്വരന്റെ മടിയിലിരിക്കുന്ന ദേവി, പഞ്ചബ്രഹ്മത്തിലിരിക്കുന്ന ദേവി അവിടെ നിന്ന് എണീറ്റ് നിര്യത കോണിലിരിക്കുന്ന ശിവന്റെ ഉള്ളിലേക്ക് നടന്ന് ആ ജീവനുമായിട്ട് കയറുന്നതാണ് ശരിക്കും പറഞ്ഞ പൂർണ്ണമായിരിക്കുന്ന മോക്ഷത്തിന്റെ സങ്കല്പം. കാരണം ദേവി ശിവനിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു. ദേവി ശിവാഭിന്നയാണ്, ശിവന്റെ ഉള്ളിൽ നിന്ന് വന്നവളാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഓരോ ജീവന്റെയും ലക്ഷ്യസ്ഥാനം ആരാണ്? ശിവപദം തന്നെയാണ്, അല്ലെ? മംഗളകരമായിരിക്കുന്ന ശിവൻ അതുകൊണ്ടാണ് മാറ്റർ ആൻഡ് എനർജി. മാറ്റർ ശിവനും എനർജി ദേവിയാണെന്ന് പറയുന്നത്. ദേവി ചലിക്കുന്ന ശക്തി, ശിവൻ തന്നെ ചലിക്കുന്ന ശക്തിയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നതാണ് ദേവി. അപ്പൊ ശിവനും ദേവിയും രണ്ടാണോ? ഒരിക്കലും അവരെ സെപ്പറേറ്റ് ആയിട്ട് വിചാരിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ നാമത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളെ ആ ശരീരത്തിൽ അങ്ങനെ അമ്മയെ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സുമേരു മധ്യ ശൃംഗസ്ഥ. അപ്പോ ആ ഒരു എന്താ പറയാ സഹസ്രാര പത്മമാകുന്ന ആ ഒരു സഹസ്രാര പത്മത്തിലെ ഊർജം ആജ്ഞയിൽ വന്നിട്ട് അവിടെ നിന്ന് ആ ഒരു പിന്നെ ഇതുവരെ നമ്മളെ സ്വാധിഷ്ഠാനം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അല്ലെ? ആ അനാഹത സ്ഥാനത്ത് ഓരോ സ്ഥലങ്ങളിലും ആ ഓരോ ആധാരങ്ങളിലും ദേവി അവിടെ കുറച്ചു സമയം ഇരുന്ന് അവിടെ തന്നെ ദേവിയുടെ ആസ്ഥാനങ്ങളുണ്ട്. ഓരോ ജീവനും അനേക ജന്മങ്ങളിൽ കൂടെ ഇതെല്ലാം കടന്നു പോകാൻ പറ്റും. സുമേരു എന്ന് പറയുന്നത് ഈ 3 ശൃംഗങ്ങളിലും നമുക്ക് സ്ഥിതി ചെയ്യാം. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം ഒരു ജന്മത്തില് ഉപാസന ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ വിശുദ്ധിയിലേക്ക് കടക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ ഇതെല്ലാം സൃഷ്ടി, സ്ഥിതി, സംഹാരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതെല്ലാം നടക്കുന്ന നട്ടെല്ലിൽ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഉയരത്തിലെത്തി മാത്രമേ നമുക്ക് ചിന്താമണി ഗൃഹപ്രവേശം സാധ്യമാകൂ. അപ്പോ ഈ ഒരു ഒറ്റ നാമത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. കാരണം എന്താ? കാരണം
എവിടെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്? ഇപ്പൊ ശരീരത്തിൽ ആ ബോധമണ്ഡലത്തിൽ എവിടെയാണ്? എന്ത് ചെയ്താലാണ് ദേവിയെ നമുക്ക് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? ആ ഉപാസന എങ്ങനെ? ഇതെല്ലാം തൃപ്പങ്ങോട് ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക് വളരെ പ്രസിദ്ധമാണ്. ഏത് കാര്യങ്ങൾ നടക്കാനും പിൻവിളക്ക് കത്തിക്കും. എന്താ കാരണം? ശിവയായിട്ടിരിക്കുന്ന മംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവി അവിടെയായിരിക്കുന്നത്. ഏത് ശിവക്ഷേത്രത്തിലും നമുക്ക് ദേവി ഇല്ലാതെ ശിവന് ചൈതന്യമില്ല. ശിവൻ ചൈതന്യമാണ്, പൂർണ്ണ ചൈതന്യമാണ്. പക്ഷെ നമ്മൾ കാണപ്പെടുന്ന ഈ ബാഹ്യമായിരിക്കുന്ന ഐശ്വര്യ സ്വരൂപിണിയായിരിക്കുന്നതെല്ലാം അമ്മയാണ്, അല്ലെ? അപ്പൊ ദേവിയെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകൂ എന്ന് അർത്ഥം. അപ്പോ അടുത്ത നാമം, നമ്മളിപ്പോ കണ്ട നാമം എന്താ പറയാ? സുമേരു മധ്യ ശൃംഗസ്ഥ. അടുത്തത് ശ്രീമൻ നഗര നായിക. അടുത്ത നാമമാണ് ശ്രീമൻ നഗര നായിക. 56ാമത്തെ നാമം. ശ്രീമൻ എന്ന് പറഞ്ഞാൽ ശ്രീമത്തായിരിക്കുന്ന നഗരത്തിന്റെ നായികയായിട്ടിരിക്കുന്നവൾ, നഗരത്തിന്റെ അധീശ്വരി. അപ്പൊ ചിന്ത, അല്ലെ? ചിന്ത എന്ന് പറയുന്നതൊക്കെ നടക്കുന്നത് ഭൗതിക കാര്യങ്ങളിലാണ്. ചിന്തകൾ. ശ്രീ എന്ന് പറഞ്ഞാൽ ഭൗതിക ഐശ്വര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഭൗതിക പ്രപഞ്ചത്തിന്റെ അധീശ്വരി. പർവ്വതങ്ങളില് 8 സമുദ്രങ്ങളിൽ 8, അല്ലെ? ദേവിയുടെ 16 നഗരങ്ങളാണ് ദേവി ഭണ്ഡാസുര വധത്തിന് ശേഷം ദേവി ആവശ്യപ്പെട്ടത്. അതില് പർവ്വതങ്ങളിൽ 8 നഗരങ്ങളും സമുദ്രങ്ങളിൽ 8 സങ്കല്പം. ആ 16 നഗരങ്ങൾക്കും അധിപ. നഗരം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ, താമസിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ നഗരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് മനോവിഷമങ്ങള് ആണ്, അല്ലെ? നല്ല സുഖ ദുഃഖങ്ങള്. ചിന്തനം എന്ന് പറഞ്ഞാൽ തിങ്കിങ്. അപ്പൊ നമുക്ക് ഈ ചിന്തകളെല്ലാം നടക്കുന്നത് എവിടെയാ? നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ്, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ചിന്താമണി ഗൃഹത്തിൽ പ്രവേശിച്ചാല് ചിന്തകളാകുന്ന ഗൃഹം, നമുക്ക് അടുത്ത വാക്കിൽ അത് നോക്കാം. ചിന്താമണി ഗൃഹാന്തസ്ഥ. ഇപ്പോ നമ്മൾ കണ്ടത് ശ്രീമൻ നഗരത്തെ കുറിച്ചാണ്. കാരണം ശ്രീമത്തായിരിക്കുന്ന നഗരം. അപ്പൊ അവിടുത്തെ നായികയായിട്ടിരിക്കുന്നവൾ, ശ്രീമത്തായ നഗരത്തിന് നായികയായിട്ടുള്ളവൾ എന്ന് പറഞ്ഞാല് തന്നിലെ തന്നെ ആഗ്രഹങ്ങൾക്ക് അധിപയായിരിക്കുന്ന വ്യക്തി താൻ വസിക്കുന്ന നഗരത്തിൽ തന്നെ നേതാവായിട്ടിരിക്കുന്നു. ഒരു നല്ല ഭരണനായികയുടെ, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ മനുഷ്യർക്ക് എല്ലാ വസ്തുക്കൾക്ക് പോലും അഭിവൃദ്ധി ഉണ്ടായിരിക്കും. ഒരു നല്ല നായിക ഉണ്ടെങ്കിൽ. ആരാധിക്കുന്ന വ്യക്തികൾ ഭരിക്കുന്ന നഗരത്തില് മനുഷ്യര് മാത്രമല്ല, ആ നഗരത്തിനും ഐശ്വര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് മാത്രമല്ല, തന്റെ കൂടെ ഉള്ളവർക്കും സമൂഹത്തിനും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ ഈ ഹൃദയത്തില് ഭരണത്തിലിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ, അല്ലെ? എല്ലാവർക്കും നല്ലത് വരണം. അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തി ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒരു സന്ദേശം ഇതിലുണ്ട്. അപ്പൊ നഗരത്തില് ശ്രീയെ അറിഞ്ഞവളാണ് ദേവി. ഒരു നഗരശ്രീ എന്ന് പറഞ്ഞാല് പ്രകൃതിയോട് ചേർന്ന ആവാസ വ്യവസ്ഥിതി ഉള്ളതാണെന്ന് കാണാം. ദേവി പ്രകൃതിയാണെന്ന് നമ്മൾ കണ്ടു, അല്ലെ? നമോ ദേവിയെ മഹാദേവിയെ ശിവായെ സതത നമ പ്രകൃതിയെ. അപ്പൊ പ്രകൃതിയും അമ്മയാണ്. ഓരോ വ്യക്തിയും ശ്രീ ഉള്ളവരായിട്ട് തീരും. എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധതയുള്ള ഭരണാധികാരികളുടെ കീഴില്. അപ്പൊ ഈ ശ്രീമത്തായിരിക്കുന്ന നഗരത്തിന്റെ ആധാരമായിട്ടിരിക്കുന്നവൾ. അപ്പൊ നഗരം എന്ന് പറഞ്ഞ, നഗം എന്ന് പറഞ്ഞ പർവ്വതം എന്നൊരു അർത്ഥമുണ്ട്. ഇവിടെ ഹിമാലയ പർവ്വതം വേണമെങ്കിൽ എടുക്കാം നമുക്ക്. ഹിമാലയ പർവ്വതം ശ്രീമത്ത് ആകാൻ കാരണം പരാശക്തിയിലുള്ള അകൈതവുമായിരിക്കുന്ന ഭക്തി കൊണ്ടാണ് ഹിമവാന് ദേവി മകളായിട്ടുണ്ടായത്, അല്ലെ? ഗംഗ പോലെയുള്ള പുണ്യ നദിക്കും പാർവതിക്കും പിതാവായിരിക്കുന്ന ഹിമവാൻ. അതിൽ ഏറ്റവും ശ്രേഷ്ഠരിലെ ശ്രേഷ്ഠനാണ് അദ്ദേഹം. തന്റെ സത്കർമ്മങ്ങൾ കൊണ്ട് ആണ് ഹിമവാന് ദേവി മകളായിട്ടുണ്ടായത്. അങ്ങനെയുള്ള ഹിമവാന്റെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്ന പരാശക്തി. ഹിമവാന്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ്. ശ്രീമൻ നഗര നായികയായിരിക്കുന്ന ദേവി മണിദ്വീപത്തിലാണ് വാസം ചെയ്യുന്നത്. ശ്രീനഗരത്തിലെ ദേവിയുടെ കോട്ടയുടെ പേര് ശ്രീവിദ്യ എന്നതാണ്. ശ്രീവിദ്യയായ ദേവിയുടെ ഗൃഹമാണ് ചിന്താമണി ഗൃഹം. ഇനി ശ്രീമാൻ എന്നത് പുരുഷന്മാരുടെ ബഹുമാന സൂചകമായിരിക്കുന്ന സംബോധനയാണ്, അല്ലെ? ശ്രീമാൻ. ശ്രീമാനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ. നഗരത്തിന്റെ ആ ഒരു എന്താ പറയാ മൂർത്തിയായിരിക്കുന്ന നഗര ശ്രീമാൻ. അവിടെ ശിവനുണ്ട്. ശിവന്റെ കൂടെ ആ ഒരു എന്താ പറയാ അനുഗ്രഹം കൊടുക്കുന്ന മംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവി ശ്രീമൻ നഗര നായിക. അപ്പൊ ശ്രീമാന്റെ പത്നിയായിരിക്കുന്ന ദേവി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നഗരത്തിനും ഐശ്വര്യം എന്നർത്ഥം. അപ്പൊ ശ്രീമൻ നഗരം എന്ന് പറയുമ്പോൾ ആ ഒരു ഐശ്വര്യ ലക്ഷ്മിയായിട്ട് ശോഭിക്കുന്ന ശ്രീവിദ്യാ നഗരത്തിന്റെ നായികയായിരിക്കുന്ന ദേവി. ഈ നഗരം 2 വിധത്തിലുണ്ട്. ഒന്ന് മേരു ശൃംഗസ്ഥ, മറ്റേത് സകല ബ്രഹ്മാണ്ടത്തിന്റെ പുറത്ത് ആ ഒരു ഉച്ചത്തില്
സർവ ബ്രഹ്മാണ്ട അതീതമായിരിക്കുന്ന സുധാസിന്ധുവിന്റെ മധ്യത്തിലെ രത്നദ്വീപിലും നമുക്ക് കാണാം. അതായത് ബാഹ്യത്തിലുമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട് എന്നർത്ഥം. നമുക്ക് ബാഹ്യത്തില് പലർക്കും അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ, ഉപാസന ഇല്ലെങ്കിൽ, ഈ ദേവിയെ അറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശരീരം വിട്ടതിന് ശേഷം അവിടെ ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ളവർക്കെല്ലാം എന്താ, നമ്മുടെ ഉള്ളില് ഈ ശ്രീമൻ നഗരത്തെ കാണാനും അവിടെ എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ടാണ് രണ്ട് ബാഹ്യത്തിലും അന്തരത്തിലും പറയുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പം എങ്ങനെയാ, നമ്മുടെ ശരീരത്തിൽ ബോധത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോയ ജീവന് ചിലപ്പോൾ എല്ലാം അറിഞ്ഞെന്നിരിക്കില്ല, അല്ലേ? കാരണം ഈ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളില്ല. അപ്പൊ എന്താ, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രമേ ജീവന് സഞ്ചരിക്കാൻ സാധ്യമാവൂ. പക്ഷെ ഇവിടെയാണെങ്കിലോ, നമുക്ക് ശബ്ദസ്പർശ രൂപ രസ ഗന്ധാദികൾ, ദേവിയുടെ കയ്യിലിരിക്കുന്ന 5 പുഷ്പങ്ങള് നമ്മുടെ ബാഹ്യപ്രപഞ്ചത്തെ കാണിക്കുന്നു. ആ 5 പുഷ്പങ്ങള്, 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ അകത്തോട്ട് തിരിച്ചാല് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? വളരെ മനോഹരമായിരിക്കുന്ന ഈ 9 നാമങ്ങള് നമ്മുടെ ശരീരത്തിൽ ഒരു ദേവി ഉപാസകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളാണിവ. കാരണം നമ്മുടെ ഉള്ളിൽ അമ്മയെ കാണണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ആ ഒരു വാഗ്ദേവികള് ഈ നാമങ്ങളിലൂടെ നമുക്ക് തരുന്നത്. അടുത്തത് 57ാമത്തെ നാമം ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്ത പ്ലസ് മണിഗൃഹ അന്തസ്ഥ. ചിന്തനമാകുന്ന മണിഗൃഹത്തിൽ വസിപ്പവൾ. അപ്പൊ മനസ്സിനുള്ളിൽ സാക്ഷിയായിട്ടിരിക്കുന്ന ദേവി എന്ന് നമുക്ക് പറയാം ഇതിനെ, അല്ലെ? കാമക്രോധ മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ദേവിയെ നമ്മൾ കാണാത്തത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, അല്ലെ? ചിന്താമണി ഗൃഹാന്ത, ചിന്താമണി ഗൃഹം എവിടെയാ? നമ്മുടെ ഉള്ളില്. ചിന്തകളാകുന്ന ഗൃഹം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ബ്രഹ്മത്തിന്റെ രൂപത്തിൽ വരുമ്പോൾ സാക്ഷാൽ പരാശക്തി. പരാശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം രൂപമെടുത്ത് വന്നവൾ. പര എന്ന് പറഞ്ഞാല് ബിയോണ്ട് എന്നർത്ഥം, അല്ലെ? ബിയോണ്ട് ആയിരിക്കണ ഒരു ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വന്നവൾ. അപ്പൊ ഈ ചിന്താമണി ഗൃഹത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് നിസ്സാര, ഈ ചിന്താമണി ഗൃഹത്തെ അറിയുക എന്ന് പറയുന്നത് തന്നെ അനേക ജന്മങ്ങൾ എടുക്കും, അല്ലെ? അപ്പൊ ദേവി എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ അമ്പലങ്ങളിൽ തേടി നടക്കുകയാണ് അമ്മ. അമ്മ ഇരിക്കുന്നതോ ചിന്താമണികളാൽ വിരചിതമായ, അതായത് ചിന്തകളെ എല്ലാം മാറ്റിക്കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അമ്മയെ കാണാൻ സാധിക്കും. അതിനെയാണ് പരമാനന്ദം, സുഖം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ദേവി എവിടെയാ ഇരിക്കുന്നത്? ചിന്താമണികളാൽ വിരചിതമായ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാല് പരമാനന്ദ സുഖം, ആനന്ദമയ ചക്രത്തില് ആനന്ദമായിട്ടിരിക്കുന്ന ആ ഗൃഹത്തിനുള്ളിലാണ് അമ്മ ഇരിക്കുന്നത്. നമ്മള് എന്ത് വിചാരിച്ചാലും തരുന്ന ഒരു, ആഗ്രഹം സാധിച്ചു തരുന്ന ഒരു രത്നത്തെയാണ് നമ്മൾ ചിന്താമണി. നമ്മൾ ആ രത്നം കയ്യിൽ വെച്ച് എന്താഗ്രഹിച്ചാലും നമുക്കത് കിട്ടും, അല്ലെ? ആ ചിന്താമണികൾ, ഒരു രത്നം കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നേടാവുന്ന എല്ലാം നേടാം. ഈ അനേക ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗൃഹത്തിനുള്ളില് അതിനേക്കാളും സൗന്ദര്യത്തോടു കൂടി ചിന്താമണിയായിരിക്കണം അമ്മ. അപ്പൊ ആ അമ്മയെ കിട്ടിയാല് എന്താണ് അതിന്റെ പറയാം, ചിന്തിച്ചു നോക്കേണ്ടതാണ്. ദേവിയുടെ മന്ത്രാക്ഷരങ്ങള് എന്ന് പറയുന്നത് ഇതേ സർവ അഭീഷ്ട സിദ്ധി തരുന്നതാണ്. അപ്പൊ ആ ചിന്താമണിയാണ് ദേവിയുടെ പഞ്ചാദശാക്ഷരി മന്ത്രം. ചിന്താമണി മന്ത്രം എന്ന് പറഞ്ഞു തന്നെ ഒരു മന്ത്രമുണ്ട്, വളരെ വിശേഷപ്പെട്ട ബീജമാണത്. അപ്പൊ ഈ 15 അക്ഷരങ്ങളിൽ ഒരക്ഷരം ഒരു ജന്മത്തിൽ ജപിക്കാൻ സാധിച്ചാല് ഈ ചിന്താമണി ഗൃഹത്തിലിരിക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ബീജമന്ത്രാക്ഷരങ്ങളായിരിക്കുന്ന ചിന്താമണി ഗൃഹത്തില് പഞ്ചദശാക്ഷരി മന്ത്രമാകുന്ന ശ്രീവിദ്യാ ഗൃഹത്തിനുള്ളില് മന്ത്രമയിയായിട്ടിരിക്കുന്നവൾ, മന്ത്രാക്ഷരങ്ങളിൽ വസിക്കുന്നവൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനർത്ഥം എടുക്കാം. അപ്പൊ ചിന്താമണി ഗൃഹത്തിന്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ, നമ്മുടെ അമ്മയുടെ ആരാധനാമൂർത്തിയുടെ വാസഗൃഹമാണ് നമ്മൾ ഈ നാമത്തിൽ പറയുന്നത്. നമ്മൾ പറയില്ല നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോണു. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് എപ്പോഴും അമ്മയുടെ ഗൃഹം ചിന്തിക്കും, അല്ലെ? നമുക്ക് അമ്മയുടെ ഗൃഹത്തിൽ വരുന്ന ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ അസ്തിത്വം അവിടെയാണ്, നമ്മുടെ അമ്മ അവിടെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഏത് സ്ത്രീക്കും തിരിച്ച് അവന്റെ ജന്മഗൃഹത്തിൽ ചെല്ലുമ്പോൾ അവരവരുടെ വല്ലാത്ത സന്തോഷമാണ്. അപ്പൊ നമ്മുടെ അമ്മ, അല്ലെ? നമ്മുടെ ആത്മാവിന്റെ അമ്മ, ആ അമ്മയുടെ ഗൃഹം എവിടെയാണ്? നമ്മുടെ ആരാധിക്കുന്ന അമ്മയുടെ ഗൃഹം എവിടെയാണെന്ന് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരിക, നമ്മുടെ ഉള്ളിലാണ്, അല്ലെ? നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ, നമ്മുടെ ആത്മാവായിരിക്കുന്ന അമ്മയുടെ ആ ഒരു ഗൃഹം നമ്മുടെ ഉള്ളിലാണ്, അല്ലെ? ഗൃഹാന്തർഭാഗത്ത് എന്ന് പറയുമ്പോ എന്താ, ഗൃഹത്തിന്റെ കാതലായവളും അടിസ്ഥാനപരമായിട്ടിരിക്കുന്ന ദേവിയെ തന്നെയാണ്. അവിടെയാണ് ആ അമ്മയുടെ ആവാസം. അതായത് നമ്മുടെ ഉത്കൃഷ്ടമായ ചിന്തകള്,
ദേവിയെക്കുറിച്ചുള്ള ഉയർന്ന ചിന്തകൾ. ദേവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാം ഉയർന്നതാണ്, താഴ്ന്നതല്ല, അല്ലെ? അവിടെ കാമക്രോധാദികളൊന്നുമില്ല, മതമാത്സര്യങ്ങളില്ല. ഉണ്ടായതിനോടുള്ളതിനൊക്കെയാണ് നമുക്ക് എന്താ പറയാ ഈ പറയുന്ന ദുർഗുണങ്ങളെല്ലാം നമുക്ക് തോന്നുന്നത്. അതേസമയം ദേവിയെ ചിന്തിക്കുമ്പോൾ അത് ഉയർന്ന ചിന്തയാണ്. ആ ഉത്കൃഷ്ട ചിന്തയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നവൾ. വ്യക്തി ഗുണത്തില് ഉപാസകരിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഉത്കൃഷ്ട ചിന്തകൾ എന്ന് പറയുന്നത്. ചിന്തകൾ എന്നത് ആ ഒരു നന്മയും വൃത്തിയും ഉള്ളതായിരിക്കണം, എങ്കിലേ അത് രത്നമായിട്ട് തീരുള്ളൂ, അല്ലെ? അതായത് തനിക്കും തന്നെ ചുറ്റിയുള്ളവർക്കും എല്ലാവർക്കും ഉന്നമനം കൊടുക്കുക, നല്ലത് കൊടുക്കുക. അതിനാണ് ഉത്കൃഷ്ട ചിന്ത എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കുള്ളതെന്ന് പറയുന്ന ശരീരബന്ധമായിരിക്കുന്ന വസ്തുക്കളിൽ മാത്രം രമിക്കുന്നവര് ഉത്കൃഷ്ട ചിന്തകളല്ല. എല്ലാവർക്കും, ഞാൻ ജീവിക്കുന്ന കുടുംബം, സമൂഹം, രാഷ്ട്രം, അല്ലെ, പ്രകൃതി, എല്ലാത്തിനും നന്മ വരട്ടെന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഉത്കൃഷ്ട ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ അധമ ചിന്തകൾ ഉണ്ടാകാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ അനുവദിക്കരുത്. കാരണം എന്താ? അമ്മ വസിക്കുന്നത്, അമ്മയുടെ ഗൃഹം, എന്റെ അമ്മ എന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെ? അത് വൃത്തിയായിരിക്കണം, ശുദ്ധമായിരിക്കണം, എപ്പോഴും അതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം മനനം ചെയ്യുന്ന മനുവില് പ്രിയമുള്ളവൾ, മനനം ചെയ്യുന്ന ആളിനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ? അവിടെ ദേവി വിദ്യാദായിനിയായിട്ട്, വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ പഠിത്തത്തെ അല്ല നമ്മൾ വിദ്യ എന്ന് പറഞ്ഞാൽ. വിദ്യ എന്ന് പറഞ്ഞാല് ആ ഒരു ഏകമായിരിക്കുന്ന സത്യത്തെ അറിയുന്ന വിദ്യ, ആത്മവിദ്യ, ശ്രീവിദ്യ. അപ്പൊ വിദ്യാസ്വരൂപിണിയായിട്ട് അമ്മ അവിടെ ഇരിക്കുന്നു. അമ്മ ആ ഒരു സൃഷ്ടിക്കായിട്ടാണ് മനനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ വിദ്യ കരഗതമാവുള്ളൂ, അല്ലെ? സൃഷ്ടി എന്നത് ഭാവനകൾ കൊണ്ട് പൂർണ്ണമാണ്. ഇപ്പൊ സർവ്വലോകത്ത് വളരെ എല്ലാ ലോകങ്ങളിലും പുകഴ്പെറ്റതിനെയാണ് നമ്മൾ മണിദ്വീപം എന്ന് പറയുന്നത്. അതിന് മുകളിൽ മറ്റൊരു ലോകമില്ല എന്ന് നമ്മൾ കണ്ടു. എല്ലാ പുരാണങ്ങളിലും മണിദ്വീപം ഏറ്റവും ഉയർന്നതാണ്. ദേവി ഭാഗവതത്തിലെ മണിദ്വീപ വർണ്ണന അതിഗംഭീരമാണ്. ഈ മണിദ്വീപത്തിലെ ഏറ്റവും അകത്ത് നവരത്ന കൊടുമുടികളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചിന്താമണി ഗൃഹം. അതിവിശിഷ്ടമായിരിക്കുന്ന മണിയാണ് ചിന്താമണി. ആ രത്നം ഉള്ളിടത്ത് എന്ത് ചിന്തിച്ചാലും അത് സംഭവിക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പൊ തിളങ്ങുന്ന വെളുത്ത നിറമുള്ള ചിന്താമണി ഗൃഹത്തിലാണ് ദേവി വസിക്കുന്നത്. അവിടെയുള്ള സകല വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ചിന്താമണി രത്നം കൊണ്ടാണ്. അങ്ങനെയുള്ള ഗ്രഹത്തിന്റെ ആ ഉടമസ്ഥയാണ് വാഗ്ദേവതകൾ സ്തുതിക്കുന്ന സാക്ഷാൽ പരാഭട്ടായിരിക്കുന്ന രാജരാജേശ്വരിയായിരിക്കുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും അമ്മ, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഉയർന്ന തലത്തിലാണ് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. ഇതിന്റെ തത്വാർത്ഥം എടുത്താല് തനിക്ക് ആവശ്യമുള്ളത് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയെ ചിന്താമണി ഗൃഹത്തിലാണ് താമസിക്കുന്നത്. അവിടെ ചിന്താമണി എന്നത് വസ്തുക്കൾക്ക് വ്യക്തികൾ കൊടുക്കുന്ന മൂല്യമാണ്. വ്യക്തിയുടെ നിഷ്ഠയുള്ള കർമ്മങ്ങളാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരു കഥയുണ്ട് യോഗവാസിഷ്ടത്തില്. ഒരിക്കല് സകല കലകളും സ്വായത്തമാക്കിയ ഒരു വിദ്വാന് ചിന്താമണി രത്നം ലഭിക്കണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായി എന്നും അയാൾ അതിനായിട്ട് തപസ് ആരംഭിച്ചു. അയാളുടെ തപസ്സിൽ സന്തുഷ്ടമായ ചിന്താമണി രത്നം ഉടനെ തന്നെ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷമായി. പക്ഷെ രത്നം കണ്ട വിദ്വാനാകട്ടെ സംശയം തോന്നി. കാരണം അത്രയും അമൂല്യമായ ചിന്താമണി രത്നം ഇത്രയും പെട്ടെന്ന് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമോ എന്നായിരുന്നു സംശയം. അങ്ങനെ തനിക്ക് സ്വായത്തമാകുമോ, ഇല്ലേ? താൻ മോശക്കാരനല്ലേ, താൻ ഒരു സാധാരണ മനുഷ്യനല്ലേ, ആരെങ്കിലും തന്നെ കബളിപ്പിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് രത്നത്തെ അവഗണിച്ച് വീണ്ടും തപസ് തുടർന്നു. രത്നത്തിന് ദുഃഖം തോന്നി. തന്നെ അവഗണിച്ച അയാളുടെ മുമ്പിൽ നിന്ന് അത് മറഞ്ഞുപോയി. പിന്നീട് അയാൾ തിരിഞ്ഞു നോക്കിയില്ല. ഇയാളുടെ തപസ് അതികഠിനമായപ്പോൾ ചെറിയ സ്ഫടിക കഷ്ണം അയാളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അയാള് ശരിക്കും പറഞ്ഞാല് കുറെ നാൾ കഷ്ടപ്പെട്ടപ്പോ അയാൾ കരുതി അതാണ് ചിന്താമണി രത്നമെന്ന്. തപസ് മതിയാക്കി സ്ഫടികവും കൊണ്ട് ഗൃഹത്തിലേക്ക് പോയി. സ്ഫടികത്തെ ചിന്താമണി എന്ന് തെറ്റിദ്ധരിച്ച അയാള് കാലക്രമേണ ആ ഒരു ഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തനായി എന്നർത്ഥം. കാരണം തെറ്റിദ്ധരിച്ച് സ്ഫടികത്തെ ചിന്താമണിയായിട്ട് പൂജിച്ചപ്പോ അയാളുടെ ഉള്ളിലുള്ള കന്മഷങ്ങള്, സംശയങ്ങള്, അല്ലെ, എല്ലാം കാമങ്ങൾ എല്ലാം മാറി അയാൾ ശുദ്ധനായി. ആ കലകളെ അവസാനം ഉപേക്ഷിച്ചു. സർവ സമ്പൂജ്യനായിരുന്ന അയാള് ആ ഒരു എന്താ പറയാ ആ ഒരു എപ്പോഴാണോ ചിന്താമണിയെ തിരിച്ചറിഞ്ഞായിരുന്നപ്പോ അയാള് അവഹേളിക്കപ്പെട്ടത്, ഇപ്പൊ ചിന്താമണിയെ തിരിച്ചറിഞ്ഞപ്പോ എല്ലാവരും അദ്ദേഹത്തെ പൂജിക്കാൻ തുടങ്ങി. ചിന്താമണി സ്വീകരിക്കുന്നവനും അത് തിരിച്ചറിയാനുള്ള ഒരു യോഗ്യത ഉള്ള ആളിന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് ഈ കഥ നമ്മളെ മനസ്സിലാക്കുന്നു, അല്ലെ? പഞ്ചദശാക്ഷരി മന്ത്രം കിട്ടിയിട്ട് സാധാരണ മന്ത്രത്തെ പോലെ, അല്ലെ, ഗുരുപരമ്പരയെ നിന്ദിച്ചുകൊണ്ട്
ആ ഒരു ഗുരുപരമ്പര പറയുന്നത് ഒന്നും കേൾക്കാതെ, ദേവിക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു താക്കീതാണ് ഈ കഥ. കാരണം യോഗ്യത ഉള്ളവന്റെ കയ്യിലേ ചിന്താമണി വിളങ്ങുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളതിനെ വെച്ചിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഇത് അതില് സത്യമാണ് എന്ന് ധരിക്കാൻ പോലും അവർക്കുള്ള ബുദ്ധി ഉണ്ടാവില്ല. അപ്പൊ അത് തിരിച്ചറിയുന്ന ആളിനെന്താ, അത് കയ്യിലിരുന്ന രത്നം ശോഭിക്കും. അവന്റെ കർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അവൻ ഒരിക്കൽ ചിന്താമണി ഗൃഹപ്രവേശം ദേവി കൊടുക്കും, ഉറപ്പാണ്. ലൗകിക ജീവിതത്തിലെ ചിന്താമണി അല്ല പ്രധാനം, അവന്റെ ഉയർന്ന കർമ്മങ്ങളാണ്. അതാണ് രത്നങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. കർമ്മങ്ങളാണ് ബന്ധിക്കുന്നത്. എന്താ, ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ ശരീരമാണെന്നുള്ള ചിന്തകള്. കർമ്മങ്ങൾ നന്നായാൽ മാത്രമേ ഹൃദയത്തിലെ ചിന്താമണി ഗൃഹത്തിൽ അമ്മയെ ക്ഷണിക്കാൻ പോലും നമുക്ക് സാധ്യമാകൂ. അവിടെ മാത്രമേ ദേവി പ്രകാശിക്കുള്ളൂ. എല്ലാ ചിന്താമണി ഗ്രഹങ്ങളും എല്ലാവരുടെ ഉള്ളിലും അമ്മയുണ്ട്. വളരെ വിഷമത്തോടു കൂടി അമ്മ അവിടെ ഇരിക്കുകയാണെന്ന് നമ്മൾ കരുതണം. കാരണം എന്താ, കാരണം നമ്മുടെ ദുശ്ചിന്തകള്, മതമാത്സര്യങ്ങൾ ഇതെല്ലാം കണ്ട് അമ്മ വിഷമിച്ച് ദുഃഖത്തോടുകൂടി അമ്മയുടെ പ്രകാശം പുറത്ത് പരത്താതെ നമ്മുടെ കർമ്മങ്ങള് അമ്മയെ ചുറ്റി അമ്മയുടെ പ്രകാശത്തെ അവിടെ മറച്ചുകൊണ്ട് ഓരോ ജന്മങ്ങളിലും ഇനിയെങ്കിലും ആ അഴുക്കുകൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. ഒരു അമ്മയ്ക്ക് എപ്പോഴും മക്കളെ അനുഗ്രഹിക്കാൻ മാത്രമേ സാധിക്കൂ അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അമ്മ. അപ്പൊ ആ അമ്മയെ നമ്മള് എന്താ വേണ്ടത്, എപ്പോഴും ശുദ്ധമായിരിക്കുന്ന നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി വെച്ച് കാമക്രോധാദി ആ ഷഡ് രിപുക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ശുദ്ധമായിരിക്കുന്ന ചിന്താമണി ഗൃഹത്തില് അമ്മയെ ഇരുത്തണം. അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, ആ ഒരു ഉയർന്ന ചിന്തകള് അല്ലെ, അത് രത്നങ്ങളെ പോലെ ശോഭിച്ച് തന്റെ സ്വത്വത്തെ അറിഞ്ഞ് ആ ഒരു അവസാനം ചിന്താമണി എന്ന് പറയുന്ന ഗൃഹത്തിൽ തന്നെ അമ്മ പ്രവേശനം കൊടുക്കും. ആ ചിന്താമണി ഗൃഹം എന്താഗ്രഹിക്കുന്നു, നമ്മൾ അവിടെ ആഗ്രഹിക്കുന്ന അമ്മയാണ് അല്ലേ, ആ അമ്മയെ ലഭിക്കും. അമ്മ യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു മോക്ഷസ്ഥാനമായിരിക്കുന്ന ശിവത്തിലേക്ക് ആ ജീവനെ കൊണ്ട് എത്തിക്കും. അപ്പൊ അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ചിന്ത ചിത ദ്വയോർ മധ്യേ ചിന്ത ചൈവ ഗരീയസി, ചിന്താ ദഹതി നിർജീവം ചിന്താ ദഹതി സജീവകം. ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. കാരണം എന്താ, ഈ ചിതയും ചിന്തയും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നടുക്കിരിക്കുന്ന, അതായത് ഈശ്വരനാകുന്ന തൂണിൽ പിടിച്ച് നമ്മൾ കറങ്ങിക്കൊള്ളണം. ചിന്ത എന്ന് പറഞ്ഞാല് ചിതയാണ്, അത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ചിന്ത ചൈവ ഗരീയസി, കാരണം ആ ഇതിന്റെ മധ്യത്തിലാണ്. ശരിക്കും ചിത എന്ന് പറഞ്ഞാലോ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നതിനെയാണ് ചിത എന്ന് പറയുന്നത്. അപ്പൊ ചിത ദഹതി നിർജീവം, നിർജീവമായ ശരീരത്തിനെ എന്താ ദഹിപ്പിക്കുന്നത്, ചിത അല്ലെ, വെളിയിൽ കൂട്ടുന്ന അഗ്നി. ചിന്ത എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും മധ്യയില് ചിന്തയാണ് ഗുരുതരം എന്ന് പറയുന്നത്. എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നിർജീവമായ ശരീരത്തെ പെട്ടെന്ന് ദഹിപ്പിക്കുന്നത് ചിത. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നമുക്ക് ഈശ്വരൻ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഭൗതിക ലോകത്ത് കറങ്ങാൻ അല്ലെ. കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ, നട്ടം തിരിയുക അല്ലെ. സുഖദുഃഖങ്ങളില് ആ ഒരു ജീവിത സമുദ്രത്തില്, ഭവസമുദ്രത്തില് നമുക്ക് ഏക ആശ്രയം ഈശ്വരനായിരിക്കുന്ന, ഇല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന, ഭരിക്കുന്ന, സൃഷ്ടിക്കുന്ന, കർത്തും അകർത്തും അന്യഥാകർത്തും എന്തും ചെയ്യാൻ കഴിവുള്ള ആ ഭഗവതിയുടെ പാദത്തെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഇരുന്നാല്. ചിന്ത നമ്മളെ ദഹിപ്പിക്കില്ല. ചിത ശരീരത്തെ കത്തിച്ചാലും എത്തേണ്ടടുത്ത മനസ്സ് നമ്മളെ എത്തിച്ചോളും. ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് പറയുന്ന നാമത്തില് ഇന്ന് നമുക്കിവിടെ നിർത്താം. അടുത്ത നാമങ്ങൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമുക്ക് ആ ഒരു നമസ്കാര ശ്ലോകം പറഞ്ഞ് നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.